Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഇത് നഗരത്തിലെ പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. ഈ കഥയുടെ പ്രധാന പശ്ചാത്തലവും ഇത് തന്നെയാണ്. ഇത് RKG, ഈ കോളേജിലെ ഒരു അധ്യാപകൻ. പ്രായം 50 പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഫൈസൽ. സ്വഭാവത്തെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. സ്ഥലത്തെ പ്രധാന പഞ്ചാര. ഇത് പോത്തനായ മാത്തൻ. തീറ്റ തന്നെയാണ് പ്രധാനം. ജീവിതത്തിൽ പേടിയുള്ള ഒരേ ഒരു സാധനം സ്വന്തം വല്യമ്മച്ചി. പ്രധാനപ്പെട്ട രണ്ടുപേരെ കാണാനുണ്ടല്ലോ. ദാ നിൽക്കുന്നു ആദിത്യനും മായയും. രണ്ടെണ്ണം മുടിഞ്ഞ പ്രേമമാണ് കേട്ടോ.
പറഞ്ഞൊക്കെ കിട്ടുമെന്തോ. മാത്രല്ല പോയിരിക്കുന്നത്. അങ്ങനെ ഒരു സംശയം വേണ്ടളിയാ. ആരെ കൊന്നിട്ടാണല്ലോ അവൻ കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവമേ, കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത്താണ് എല്ലാം കിട്ടി. ഈശ്വരായിട്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കൂറ പോണാണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോണ സ്വഭാവം മാറ്റി എടുത്തിട്ടാണോ? എങ്ങോട്ടാ സാറ്? പോയി വണ്ടി കയറാ. അച്ഛാ. എന്തുണ്ട് മോനെ വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല അച്ഛാ. പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മുടെ മോനെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം നിൽക്കട്ടെ. അവൻ വല്ല കുഴപ്പം? അവനെന്നും കുഴപ്പക്കാരനല്ലേ. കുറച്ചു നാൾ മാറിയുന്ന എല്ലാം നേരെയാകും. ശരി അച്ഛാ. ശരി എന്നാ ഞാൻ വിളിക്കാം. എന്താടാ? അച്ഛനാടാ വിളിച്ചത്. എന്താ മോനാ ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ചുനാൾ ഇവിടെ തന്നെ കാണും. അതെന്തായാലും നന്നായി. ഇനി വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ. ഈ പോത്തുണ്ടാക്കുന്നത് കഴിച്ച് മാറി. നിർത്ത്. ഈ മോനായി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോവും. അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം കേട്ടാ. പറയാം. വീടളിയാ എന്തായാലും അസാധ്യ കുക്ക. അതെ, പക്ഷെ കയ്യിലിരിപ്പാ പ്രശ്നം. എന്തൊരു മെനട്ട പേരാടാ ഇത്. മോനായി ആരുടെ ഇട്ടത്? നീയാണോ? അതൊരു കഥയാ. കണ്ണീരല്ലിത് കാലം കെട്ടൊരു കോലത്തിന്റെ പെണ്ണു വരാൻ നിറയെ കേറിയ പൂ. അവനാണോ ഇനി പെണ്ണോ ഇനി എന്തോ പുലിവാലോ അക്കിട അരികിട എന്റെ ജോസഫെ, താനീ കാണിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. തന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ തനിക്ക് പോയെന്ന് സമാധാനിപ്പിച്ചൂടെ? അങ്ങനെ പറയരുത്. ഞാനിവിടിരുന്ന് കുടിച്ച് അവരുടെ വേദന എന്റെ വേദനയാക്കുമല്ലയോ. അവള് പാവം, അവള് വേദന അറിയാതെ പെരട്ടണം. ജോസഫേന്റെ ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടിയാ പ്രസവിച്ച. അങ്ങനെ എനിക്കൊരു മോനായി. അതിനിടയ്ക്ക് പേര് വിട്ടോ? നല്ല ആശാലി പേരാ, മോനായി. കരളേൻ കണ്ണീരല്ലിത് കാലം കെട്ടൊരു കോലത്തിന്റെ പെണ്ണു പറയാനിറയെ കേറിയപ്പോ. ഇത് മോനായിയുടെ മാത്രം കഥയല്ല, ആദിത്യന്റെ കൂടി കഥയാണ്. മോനായി ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ആദിത്യൻ ജനിക്കുന്നത്. മോനായി ആദിത്യനെ വിളിക്കുന്നത് കുട്ടൻ എന്നാണ്. മോനായിയുടെ സ്വന്തം കുട്ടൻ. മോനായിയും കുട്ടനും കൂടിയാണ് സ്കൂളിൽ പോകുന്നത്. അവര് ഉറ്റ ചങ്ങാതിമാരായിരുന്നു. എന്നാൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് മോനായിയുടെ സ്ഥിരം ജോലിയായിരുന്നു. അത് സ്കൂളിലായാലും ശരി, കളിസ്ഥലത്തായാലും ശരി. അവസാനം അതെല്ലാം ഏറ്റെടുക്കുന്നത് ആദിയാണ്. മോനായിയുടെ വിദ്യാഭ്യാസം വെറും 8ാം ക്ലാസ് വരെ നീണ്ടു നിന്നുള്ളൂ. പരീക്ഷയിൽ മോനായി കോപ്പിയടിച്ചെന്ന് തോന്നിയ ടീച്ചർ മോനായിയുടെ നിക്കറിന്റെ പോക്കറ്റ് പരിശോധിച്ചതാണ് കാരണം. ടീച്ചർ പോക്കറ്റിൽ കൈയിടാൻ നോക്കുന്നത് ആകുന്നതും തടയാൻ മോനായി ശ്രമിച്ചു. ടീച്ചർ കൈയിട്ടു. മോനായി നിന്ന് പിടഞ്ഞു. അങ്ങനെ അവൻ സ്കൂളിൽ നിന്ന് പുറത്തായി. തുണ്ട് കിട്ടിയതിനല്ല കേട്ടോ, മോനായിയുടെ നിക്കറിന്റെ പോക്കറ്റ് കീറിയിരുന്നതിന്. പാവം മോനായി എന്തു പിഴച്ചു. അവസാനം കീറിയ പോക്കറ്റ് പോലായി മോനായിയുടെ സ്കൂൾ ജീവിതം. അപ്പനെ സഹായിച്ചും നാട്ടുകാർക്ക് തലവേദനയായും മോനായി വളർന്ന് ഒരു പരുവമായി. മോനായിയുടെ വളർച്ചയോടൊപ്പം തന്നെ നാട്ടുകാരുടെ പരാതികളും കൂടിക്കൂടി വന്നു. പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല എന്നതായിരുന്നു അതിൽ പ്രധാനം. കാര്യം എന്തൊക്കെ തന്നെയായാലും മോനായിയും ആദിയും ഇപ്പോഴും വലിയ കൂട്ടുകാർ തന്നെയാണ്. അതിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. കുട്ടന്റെ മോനായിയും മോനായിയുടെ കുട്ടനും. അതേണ്ടേ, ആ കക്ഷത്ത് സഞ്ജീവ് വെച്ച് വരുന്ന ആളെ മനസ്സിലായോ? ഇവനാണ് ഞാൻ ഈ പറഞ്ഞ മോനായി. ഈ വിഷയം എന്ന് പറയുന്നത് കടല് പോലെ കിടക്കുകയില്ലേ, അനന്തസാഗരം. അല്ലാതെ നമ്മൾ ഈ മൊബൈൽ സിനിമയെ കാണുന്നത് പോലെ ഒക്കുന്നിടത്ത് വെച്ച് ഒക്കുന്നത് പോലെ ഒപ്പിക്കൽസ് പരിപാടിയൊന്നുമല്ല. ഒരുപാട് പഠിക്കാനുണ്ടോ ഇതില്. ഇത്രയൊക്കെ അറിയാവുന്ന സാറെന്താ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിച്ചില്ല, അത്രേ ഉള്ളൂ. ഇതിനുള്ള മറുപടി മുമ്പൊരിക്കൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാ. അന്ന് നീ കരഞ്ഞോണ്ട് എണീറ്റ് പോയതാണ്. വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കണോടാ. അന്ന് എനിക്ക് അതൊന്നും വേണ്ടാന്ന് തോന്നി. ഇന്നും എനിക്ക് അതേ തോന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതല്ല സാർ, പിന്നെ ഈ തീർ മാത്രം പോരല്ലോ, കുറച്ച് പ്രാക്ടിക്കലൂടെ വേണ്ടേ? എങ്കിലൊരു ബാലൻസിംഗ് കിട്ടുള്ളൂ. എടാ മോനെ ഫൈസി, അത്യാവശ്യം ബാലൻസിംഗ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഇത്രയും കാലമായിട്ട് അതിന് ഒരു കുറവുമില്ല. അതങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ.
അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ആട്ടെ, തനിക്ക് അങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ, എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ ഉറക്കെ വിളിച്ചു നോക്ക്. ആയിട്ട് ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞ. ആദ്യം ഒരു രൂപ തൊട്ട് അതിലോട്ട് ഇടും. ഇതിലാ? ഓ, എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. കിട്ടുമല്ലോ നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. അങ്ങനെ 1991 ഡിസംബർ 31 അർദ്ധരാത്രി ഞങ്ങൾ ചെന്നൈയിൽ ഒരു മുറിയെടുത്തു. കുളിര് മുഴുവൻ പോയി. സാറ് പറ. ഹലോ ഹലോ. ആ കുട്ടായി, ഞാനാ മോനായി. നീ എവിടാ? ഇവിടെ സ്റ്റേഷനിൽ നിന്നാ. ഞാൻ കോളേജിലാ. ഓ ശരി. ഞാൻ ഇവിടെ നിൽക്കാം. അല്ല, സാർ ഈ പറഞ്ഞ ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടൽ ഔവേഷൻ. എന്തിനാ? എന്തെങ്കിലും ചെന്നൈ പോകുമ്പോ അവിടെ തന്നെ റൂം ആ എടുക്കാം. ഹോട്ടൽ ഇടിച്ചു നിരത്തി ഇപ്പോ സ്വിമ്മിംഗ് പൂൾ ആക്കി. എടാ സുന്ദരി, ഇവനെ കൊണ്ട് വലിയ ശല്യമായാലോ. നിനക്ക് എന്താ വേണ്ടത്? എടാ മോനായി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വീട്ടിൽ വന്നേക്കാം. നിങ്ങൾ ബസ്സിന് വിട്ടോ. ഓ സാറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാളെ കാണാവേ. ഓ ആയിക്കോട്ടെ. അപ്പൊ ശരി. അല്ല മാത്ത, ആരാടാ ഈ മോനായി? ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത് ഫോൺ കാണുന്നത്. പുതിയതായിരിക്കല്ലേ? സാധനങ്ങളാ. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിലൊന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ വില കിലോ 50. ഈ ഏത്തക്കേക്കും 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലല്ലേ? നല്ല മുഴുത്ത ഏത്തക്ക വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ? അതാ തന്നെ എന്നാ മതി. ഇവിടെ വില വയ്ക്കാനും പാടില്ലേ? ഷേ, എന്തൊരു നാടത്. അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? അതോടെ അവളെയും കൊണ്ട് കോവളത്ത് പോകുന്നത് ഞാൻ നിർത്തി. അപ്പൊ ശരിയാണ് പിള്ളേരെ, ഞാൻ പോവാ. നാളെ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഉണ്ട്, കുറെ പ്രിപ്പയർ ചെയ്യണം. സാറ് പോയത് ഇങ്ങനെ. അതല്ലേ സാറ് പോയ കഥ ആരും കഥ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. നിന്റെയൊക്കെ പ്രായത്തിൽ ഇത്രയും കഥ കേട്ടാ മതി കേട്ടാ. അതല്ല സാറേ, വേറെ കാര്യമുണ്ട്. സാർ ഇതേ നിൽക്കുന്നവരെ കണ്ടോ? ഒരുപാട് പേര് നിൽപ്പുണ്ടല്ലോ. ആ നടുക്ക് നിൽക്കുന്ന പൊക്കം കൂടിയവൻ. അവൻ തന്നെ. ആ ഹൈറ്റ് കൂടിയോ? അവനെന്ത് പറ്റിയടാ? അവന് സാർ വാ, ഞാൻ കാണിച്ചു തരാം. സാർ വാ. കാര്യം പറയണേ. സാർ അവനെ നോക്കി എങ്ങനെയുണ്ട് ആള്? ഇവന് നല്ല പൊക്കമുണ്ട്, നല്ല ലുക്കും ഉണ്ടല്ലോ. ഇവനെന്ത് സീരിയൽ അഭിനയിക്കാൻ പോണോ? ആണല്ലോ. ഒന്ന് കുഞ്ഞിന്ന്. അതല്ലെന്ന് ഇത് നോക്ക്. നോക്കി. ഇത് മുതുകല്ലേ? അതല്ല, ഈ പാട് നോക്ക്. ആ ശരിയാണല്ലേ. നേരെയല്ലടാ. എന്ത് പറ്റിയടാ ഇത്? 2 ദിവസം മുമ്പ് വരെ കണ്ടപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ടത് ചോദ്യം ചെയ്തതാ. അതെന്നെ പരിപാടിയാ? പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ട അത് ചോദ്യം ചെയ്യാനും പാടില്ലേ? പെങ്ങളുടെ കൂടെ ഒരുത്തനെ കണ്ടപ്പോ ഇവനെ ചോദ്യം ചെയ്തതാ. അതിനെന്തിനാണ് ഇവനെ ചോദ്യം ചെയ്യുന്നത്? അവനെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? എന്റെ പൊന്നു സാറേ, അങ്ങനല്ല. പിന്നെ എങ്ങനെയാ? ചോദ്യം ചെയ്തവന്റെ പെങ്ങളിയാ ഇവന്റെ കൂടെ കണ്ടത്. അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. ആ അത് നന്നായി. ഇപ്പഴാ എത്തിയ. ഏതവളാടാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? സാറേ, ഫസ്റ്റ് ഇയർ സിവിലില്. സിവില്? ആ സിവിലില്. വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങി. സിവിള് കവിളടിച്ച് പൊളിച്ചളയും. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇപ്പൊ നിന്റെയൊക്കെ ടൈമല്ലേ. ന്യൂ ജനറേഷൻ, ന്യൂ ജനറേഷൻ. അനുഭവിച്ചോ? വയ്യാണ്ടായ ന്യൂ ജനറേഷന് കുറ്റം. പുച്ഛം. എന്താ ചക്കരെ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്ത് തന്നെ സംഭവിച്ചാലും, ഏത് വലിയവൻ വന്നാലും എന്റെ മുറ്റത്ത് ഞാൻ സ്വന്താക്കിയിരിക്കും. നീ പേടിക്കണ്ടേ? ഇക്കല്ലേ പറയണത്. ആ നീ എത്തിയതല്ലേ ഉള്ളൂ. ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടെന്നും കേട്ടെന്നും വരും. ഇതൊന്നും കാര്യാക്കണ്ട, നീ വാ. അതെ, ഞാൻ എന്നിട്ട് രാത്രി വിളിക്കടി. ഇവിടെ കുറച്ച് അലലാദികൾ വന്നിട്ടുണ്ട്. ശരി, ഓക്കെ. എടാ, ഇവൻ ഇതുവരെ നിർത്താറായില്ലേ? ഇല്ല സുന്ദരിക്കേ, ഈയിടെയായിട്ട് ഇച്ചിരി കൂടുതലാ. നീ അവളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അതിനെന്താ? ഒന്നുമില്ല. അളയാ, ഈ കണ്ണുകൊണ്ട് കാണുന്ന മാത്രല്ല പ്രണയം. കാണാതെ നോക്കാം. പിന്നെ പരസ്പരം കാണാതെ തന്നെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അത്രമാത്രം അടുത്തു കഴിഞ്ഞു. എത്രമാത്രം? അത്രമാത്രം. വീടളിയാ, നമ്മൾ ഇന്നലെയല്ലേ ഇവനെ കാണാൻ തുടങ്ങിയത്. എന്തെങ്കിലും ആട്ടെ, ഞാൻ ചോദിച്ചെന്നുള്ളേ. വാ മോനെ. ഓടി രക്ഷപ്പെട്ടോ. എന്റെ പെണ്ണെ കണ്ടട്ടെ, നീയൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ പറഞ്ഞോളാം ഇതിനൊക്കെയുള്ള മറുപടി. കണ്ടാ മതിയേ. കാണുമ്പോ നല്ല കിളി പോലത്തെ ഒരു പെങ്കച്ചായിരിക്കണേ.
ഗുഡ് മോർണിംഗ് ബോയ്സ്. നീ വന്നേ, ഒരു മനോഹരമായ കാഴ്ച കാണിച്ചരാ. എന്ത് കഴിക്കാം? ഇങ്ങോട്ട് വാടാ. ഇവൻ ഇത്ര പെട്ടെന്ന് നീ വളച്ചോ? അതെ, വളച്ചു. നീ ഇങ്ങനെ 2 കൊല്ലായി പാതിറക്കി കൊണ്ട് നടക്കുവല്ലേ, ആ മോനെ കണ്ടു പഠിക്കടാ. അല്ലല്ലേ, ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഭയങ്കര ഫാസ്റ്റാ. നിന്റെയൊക്കെ പറിച്ചിട്ടൊന്നും എന്റെ പെണ്ണുമ്പളെ ഞാൻ പഞ്ചാര അടിച്ചോണ്ടിരിക്കുന്നത്. പോടാപ്പാന്ന്. എടാ വെല്ലോന്റെ പെണ്ണുമ്പളെ വെല്ലോനും പഞ്ചാര അടിക്കുന്നത് ഞാൻ എന്താണ് വിഷമിക്കുന്നത്? അതാണ് മച്ച വിട്ടുകളാ. സൂച പോയാ ജയ, അത്രേ ഉള്ളൂ. നീ വാട മാത്രം വിശക്കൊന്ന്. അളിയാ ചാടിച്ചാവല്ലേ. ജയ എങ്കിൽ ജയ. ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. ദേ ഈ കൈ ഏതാടാ മുഴുവൻ പിള്ളേരോട് ചടി ഇറക്കും. ചേച്ചി പേടിക്കണ്ട. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞു തരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാ അത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നേ. എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടൻ ഇരിക്കേ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ പുതിയ ഒരെണ്ണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടെ പൊയ്ക്കൊള്ളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതിയെന്ന് പറഞ്ഞതാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഉണ്ണി, നീ നേരെ കടയിലോട്ട് ചെല്ലണം. പരസ്യത്തിന്റെ ഷൂട്ട് അടക്കില്ലേ? ആ പോകുന്ന വഴിക്ക് മോളെ കോളേജിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഞാൻ ഓഡിറ്ററെ കണ്ടിട്ട് വരൂ. ഞാൻ ഇറങ്ങാൻ വൈകും. വൈകിയാലും ഇവനോട് പോയാ മതി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ, ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പാ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ ഇവിടുന്ന്. പിഴക്കാണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. ഉണ്ണി, ഞാൻ ഇറങ്ങുക. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. നീ വേഗം കടയിലേക്ക് നേക്കണം. ഞാനിപ്പോ തന്നെ ഇറങ്ങാം. ഇപ്പൊ ശരിയാക്കി തരാം. അതെ, 2 ദിവസമായിട്ട് ഒരു സ്നേഹമില്ലല്ലോ. പിണക്കാണോ? ഒരു മൈൻഡ് ഇല്ലല്ലോ. നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞ് മാലയിട്ട് സുചേച്ചിട്ട് ഭയങ്കര കമ്പനിയാണല്ലോ. അങ്ങനൊന്നുമില്ല. ഓഹോ, എന്നിട്ട് എപ്പോ നോക്കിയാലും ഭയങ്കര കളിയും ചിരിയൊക്കെ ആണല്ലോ. അതോ? അത് ഞാൻ ചേച്ചിയുമായി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന. അതിന് ഇതിന് മാത്രം സംസാരിക്കാൻ തിരിക്കുന്നു. ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നൊക്കെ തന്നെയല്ലേ? അതേ. സത്യം പറ, ചേച്ചി വളയോ? വളയോന്ന്? എടാ, പരിപാടി വല്ല നടക്കുമെന്ന്. ഒന്ന് പോ. ബൈ ദ ബൈ, മോനായിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചേച്ചിയുടെ കിട്ടിയവൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. രാത്രിയിലാണ് ഇയാൾക്ക് പണി. അതായത് കാവൽ മാത്രം. മിക്ക രാത്രികളിലും പാവം സൂചിച്ച് ഒറ്റയ്ക്ക. വല്ലാത്തൊരു ഏകാന്ത ജീവിതമാണ് ആ പാവം നയിക്കുന്നത്. ആ ഏകാന്ത ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചു നോക്കിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. ഇനി വേണമെങ്കിൽ മൂന്നായും ശ്രമിച്ചു നോക്ക്. ഞാനോ? റെഡിയായി, ഇറങ്ങുവാ. ഇത് പിടിച്ചോ, ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവും. ഓക്കെ? ചീപ്പ് എന്തിന്?
ഓ അങ്ങനെ. ഞാൻ വേണമെങ്കിൽ വൈകിട്ട് കോളേജിൽ വന്ന് പിക്ക് ചെയ്യാം. വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടാവോന്ന് കരുതുകയാണെങ്കിൽ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. ബുദ്ധിമുട്ടില്ലാലും വേണ്ട. നീ എന്താടാ ചിരിക്കുന്നേ? എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ടിൽ കയറ്റണം, ഒരുമിച്ച് വണ്ടി ഓടിച്ചു പോണം, എല്ലാം പൊളിഞ്ഞ്. എടാ അവള് കൊണ്ട് ഞാൻ മീനുണ്ടല്ലോ, എന്റെ പൊന്നെ സഹിക്കാൻ പറ്റും. ഇത്ര നീളം ഉണ്ടായിരുന്നു സത്യം. ഒരു മിനിറ്റ്. ഹലോ, എന്ത് ചെയ്യാ? അങ്ങനെ പറയല്ല എന്റെ പൊന്നെ. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് കരുതി ഇക്കൊക്കെ മുത്തിനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ എന്റെ കൽബ് തകർന്നു പോലെ എന്റെ മുത്തേ. അങ്ങനെ പറയല്ലേ മുത്തേ. എന്ത് വർത്താനം ഇങ്ങനെ പറയണേ? എന്തത് എന്ത് കാണാതിരിക്കാ? അവന് പ്രാന്താടാ. അങ്ങനെ പറയരുത്. നീ വിളിച്ചപ്പോ അമ്മ അടുത്തുണ്ടായിരുന്നു. അത് വിട്, നമ്മുടെ ഫോൺ എടുക്കാൻ ഇയാൾക്ക് ഇപ്പൊ സമയമില്ലല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. സാറേ ക്ലാസ്സിൽ പോടാ. ഒരു അധ്യാപകനല്ലേ, ഒന്ന് റെസ്പെക്ട് ചെയ്യ്. ഇരി. എന്തോന്നടേ ഇത്? കോളേജാ അതോ പാർക്കാ? എവിടെ നോക്കിയാലും പ്രണയ ജോഡികളാണല്ലോ. കോളേജ്. മായ രാവിലെ ഉണ്ണിയോടൊപ്പമാണോ വന്നത്? അല്ല, മായ ഒരാളോടൊപ്പം കാറി വരുന്ന കണ്ടു. മായ പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോ അത് ഉണ്ണിയാണെന്ന് എനിക്ക് തോന്നി. ഉണ്ണി അല്ലേ? ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇപ്പൊ നമ്മളെന്നും വേണ്ട സാറേ. നോക്കിയേ, എന്തോ വരുന്നത്. മാറിക്കേ. അതെ നീ നിന്നേ. എങ്ങോട്ടേ തള്ളി കയറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നതല്ലേ, കുറച്ച് സ്റ്റൈലൊക്കെ ആയിക്കോട്ടെന്ന് കരുതി. അതേതായാലും നന്നായി. നമ്മുടെ ഫൈസിടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. തുണി കഴിയുമ്പോ ഫൈസിയുടെ ഒരു കീറിയ പാന്റ് കിട്ടി. ഞാനിങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നീ പാത്രം അവിടെ നിന്ന് കിട്ടിയടാ. മറ്റേതാ സുചേച്ചിട്ട് വാങ്ങിയതാ. മോൻ സുചേച്ചിയെ മൊത്തത്തിലങ്ങ് എടുത്തേക്കുവല്ലേ? അത് ഞാൻ ചുമ്മാ. പൊന്നുവൻ വന്നേ, തരാട്ടാ, ശരിയാക്കി തരാട്ടാ. വാടാ. എന്ത് കോലാടാ ഇത്? മോന് മാമുണ്ടാൻ കൊണ്ടുവന്നതാ. ഈ കോലത്തിലോ? മോനായി മോഡേണായി. ഒന്ന് പോ സാറേ. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെ കൂട്ടി ക്യാൻറ്റീനിലോട്ടല്ലോ. ആ ഫൈസയും കൂടി വിളിച്ചു. ദേ നോക്ക്, ചുന്ദരി ഒടുക്കത്തെ ഫോൺ വിളിയാ. ഇനി ആ പുല്ല് മൊത്തം പറിച്ചു തീരാണ്ട് എഴുന്നേക്കത്തില്ല. ശരി, നീ ഇവനെ കൊണ്ട് പോക്കോ. നടാ കുട്ടൻ വന്നേക്കില്ലേ? ഞാൻ കൂടെ വരുന്നുണ്ട്. എനിക്കൂടെ ഉണ്ടാവൂടെ? ഇന്നും ഓസാണല്ലേ. എനക്കുള്ള ഒരു കണ്ടെയ്നർ തന്നെ വേണ്ടി വരുമല്ലോ. അതെ, എന്നോട് ദേഷ്യ? എന്തിന്? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. വിടരും പൂവിളി കാണാ സുഗന്ധം തീരാ പ്രണയം ജാലകം താനേ തുറന്നു. കൊഞ്ചും കിന്നാരങ്ങൾ ശൃംഗാരം മൂളും കാവ്യം. പൂങ്കിനാവുകൾ മൊഴികളിൽ തേൻ കൂടുകൾ
അനുഭവ താളങ്ങൾ മുരളിക മൂളുമ്പോ വനനദി പാടുമ്പോ അതിലേറടിയാ നാം ഒന്നായി പുൽകിടും നേരം ഉള്ളിൽ കിനാവിൻ പാടം പൊന്നാരൻ കാവായി പൂമൂടും നെഞ്ചിൻ പിറാവുകൾ കൊഞ്ചും കിന്നാരങ്ങൾ ശൃംഗാരം മൂളും കാവ്യം നീർത്തടങ്ങളിൽ തളിരിടും പൂവാടിയിൽ തെളിയുമീ സൗന്ദര്യമേളങ്ങൾ പകരു നീ പൂമ്പരാഗമായി നിറവിഴും മോഹങ്ങളെ നിലവിലെ കൺതേടുമാരാകാം നവനവ ഭാവങ്ങൾ അഭിനവരാഗങ്ങൾ അതിലെഴുമാനങ്ങൾ നുകരുകനാ കുയിലിന പാടുമ്പോൾ മധുരിമ ചോരുമ്പോൾ നാം ഒന്നായി പുൽകിടും നേരം ഉള്ളിൽ കിനാവിൻ പാടം പൊന്നാരൻ കാവായി പൂമൂടും നെഞ്ചിൻ പിറാവുകൾ കൊഞ്ചും കിന്നാരങ്ങൾ ശൃംഗാരം മൂളും കാവ്യം രാവിലെ തന്നെ കണ്ടു കണ്ടങ്ങ് മരിച്ചോണം എന്തെങ്കിലും ആകും ഡൈനിങ് ടേബിൾ ആട്ടാ അത് മറക്കണ്ട ഞാൻ വന്നോണ്ടിരിക്ക അവന്മാരെയൊക്കെ ഒഴിവാക്കാൻ പെട്ട പാട് ആ നീ പറഞ്ഞ ഷർട്ട് സുന്ദരി അവനോടും പിടിച്ചോണോട്ടാ ഓടിയത് തന്നെ എങ്ങോട്ടാ രണ്ടുപേരുടെ മോനെ എങ്ങോട്ടാ ഒറ്റയ്ക്ക് എങ്ങോട്ടാ ഇവിടെ അടുത്ത് വരെ അടുക്കുവല്ലോ ഇന്നാണല്ലോ അവള് നിന്നെ കാണാൻ വരുന്നത് ആര് നിന്റെ മൊഞ്ചത്തി നീ വണ്ടിയിലോട്ട് കയറിക്കേ നോക്കൊന്നും വേണ്ട അവര് വണ്ടിക്കുള്ളതാ ഇതൊന്നും ഇത്ര ആൾക്കാര് ഞാൻ ഒറ്റയ്ക്ക് പോയ പോരെ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി നിന്റെ മൊഞ്ചത്തി കോളേജ് മൊത്തം ഫേമസ് ആണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട് നീ പോയി വണ്ടി കയറിക്കേ കേറാ ഒരു പെണ്ണിനെ കാണാൻ എന്തൊക്കെ സഹിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ നീ ഒന്നും പണയണ്ട കേറാ അങ്ങോട്ട് നീ കയറാം മനുഷ്യനെ പ്രേമിക്കാനും സമ്മതിക്കില്ല ഓ ഞാൻ കയറില്ല ആ പെണ്ണ് വന്നാണ് പിടിച്ചിറക്കണവനെ ഒന്ന് നീ ഇത് എങ്ങോട്ടാ നീ ആദ്യം അവളെ വിളിക്കണ്ട എന്നിട്ട് പോയാ മതി അത് ശരിയാണല്ലോ ആ എവിടെയാട്ടോ കുട്ടി നിൽക്കുന്നത് പാർക്കിന് മുന്നിൽ ഏതാണോ എടാ അതാണോ എവിടെ ഇത് അളയാ കോൾ അടിച്ചു തോന്നണം എന്താ ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി ഇവിടെ അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്യ് ചോദിക്കേ പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്നത് ഫ്രണ്ടിലോ അല്ലേ ഓപ്പോസിറ്റാ ഫ്രൂട്ട്സ് ഇടാൻ മുന്നിലോ മഞ്ഞ ചുരിദാറാട്ടോ എടുക്കണം എന്താടാ ഫോണിങ് വന്നേ ഹലോ ഒന്നുമില്ല അല്ല കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ നീല ചുരിദാറിട്ട് സ്കൂട്ടിയില് അല്ലേ ഫോൺ കട്ട് ചെയ്തോളൂ കേട്ടോ അളിയാ സുന്ദരിക്ക് പണി കിട്ടി എന്താ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ വെക്കണ തള്ള ഒന്ന് നോക്കളിയാ നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ ഒന്ന് നോക്കടാ ഒന്ന് നോക്കടാ
ഹലോ, എന്റെ മുഞ്ചത്തി, നീ എന്റെ കൽബാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രമായിരിക്കും. ഇത് സത്യം സത്യം സത്യം. നിന്റെ ഇക്കാടി പറയണേ. പട്ടി. അതെ, സത്യത്തിൽ നിനക്ക് ഈ മൊഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെയാ കിട്ടിയ? അവളെന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം, ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലയാ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈക്കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂടാളിയാ. നീ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായി കണ്ടുപിടിക്കേ. മോനായി പറ, സുജ ചേച്ചി ഇപ്പൊ എങ്ങനാ? അതൊക്കെ പോട്ടെ, മോനായിയുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് ഞാൻ താനിക്കോണം കാണി. എന്നത് സുജ ചേച്ചിയുടെ അടുത്തൊന്ന് കാണിക്കേ. നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. മോനായി കിട്ടിയ അപ്പോഴേ ചാക്കിട്ടോണം. അതിനൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്കൊരു തള്ള പണി നിന്ന് കരുതി എല്ലാരും അങ്ങനെയാന്ന് പറയണം. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്ന സുജ ചേച്ചി എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ? അതൊക്കെ ശരിയാവും. ഒന്നോർത്ത് നോക്കിയേ, സുജ ചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട്. ആദ്യം ഒരു ഉമ്മ അങ്ങോട്ട് പിടിപ്പിച്ചേക്കാം, പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില്. അപ്പോഴേ വീഴവര്. പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. എന്താടാ നീർക്കോലി പോവാത്തെ? കോലി ചൊറക്ക് കിട്ടി പോട്ടോ. എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ സംശയം എന്തെങ്കിലും തീരോ? നിന്നെ പോലെ ഒന്നിനെ കെട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണോ എല്ലാ ഭർത്താക്കാമരുടെ അവസ്ഥ ഇത് തന്നെ ആടി. എന്താ നിങ്ങൾ ഈ പെരുവർക്കുന്നത്? ഒന്നുമില്ല, നീ വാതിലടച്ച് കിടന്ന മോളെ എന്ന് പറഞ്ഞതാ. അപ്പൊ ചേട്ടൻ പോട്ടെ. ഓ, അടയ്ക്കണേ. അവളിറങ്ങി പോയിട്ടുണ്ടാവും. ചെല്ലടാ, ഒന്നും പേടിക്കണ്ട. ചെല്ലടാ, നീ പോ, ധൈര്യമായിട്ട് പോ. ഞങ്ങളിവിടെ ഇല്ലേ? ഞാൻ ഒറ്റ എങ്ങനെ? അതെ, പൈസയും കൂടെ വാ. നീ പോയിട്ടോ. പോയി വിജയിച്ചു വാ. എടാ, സൂക്ഷിച്ചത് എന്തായാലും കാണും. എടാ, നമുക്കൂടെ ഒന്ന് പോയി നോക്കിയാലോ? പോയാലോ? നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ എന്നാ പോയി മുള്ളു. ആരും പോയോ? ഇനി അതിലേ പോകും. നീ ഇന്ന് വരെ എനിക്ക് അറിയാമായിരുന്നടാ. നീ എന്താണ് എലിയും പൂച്ച കളിക്കുന്നടാ? അടി വരുന്നടാ. മാറ്. അയ്യോ, അയ്യോ ചേട്ടാ, ചേട്ടാ എന്ത് പറ്റി ചേട്ടാ? എഴുന്നേക്ക. അതെ, ഇന്നലെ രാത്രി ഇവിടെ നടന്ന വല്ല അറിഞ്ഞായിരുന്നോ? രാത്രി സൂചിച്ചനെ കാണാൻ പോയിട്ട് എന്തായി? മതില് വരെ പോയി. എന്നിട്ടോ? മുള്ളിക്കൊണ്ട് നിന്നപ്പോ ഒരു ശബ്ദം കേട്ടു. അപ്പോഴേ ഞാൻ തിരിച്ചു പോയി.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓ നടക്കട്ടെ നടക്കട്ടെ. ഓ അല്ലാ, തലക്കൊക്കെ ഒരു പെരുപ്പ്. Maya's birthday today. നേരം കളയാതെ ക്ലാസ് പോടാ. അങ്ങനെ ടിൻഡു മോൻ കൊലയായി വന്നപ്പം എന്നാടി ഓ മിണ്ടായി അവിടെ ഇവിടെ അങ്ങനെ ടിൻഡു കൊലയായിട്ട് വന്നപ്പം എന്താ അവിടെ ഒരു യോഗം കൂടുതല്? അറിയില്ല മാം. അങ്ങനെ ഈ ആഴ്ചയിലെ കോമഡിയും തീർന്നു. ഇനി അടുത്ത ആഴ്ച കാര്യം എന്തായാലും മോനായി മാസിക വായിക്കുമ്പോ കേക്കാൻ നല്ല രസമാ. ഉള്ളതന്നെ. ശേ ഇതറിഞ്ഞായിരുന്നെങ്കിൽ അടുത്ത ആഴ്ചത്തെ മാസിക കൂടി നമ്മൾ ഇന്നേ വാങ്ങില്ലായിരുന്നോ? ഒരു തമാശ. ഇതിനേക്കാൾ രസമായിട്ട് ഞാൻ വായിച്ചു തന്നാലോ? അയ്യോ എല്ലാരും എന്നെ ചുറ്റി നോക്കും. ഇത്രയും ഗോപികമാരെ ചുറ്റും നിർത്തി കഥ പറഞ്ഞു കൊടുക്കുന്ന ഈ കൃഷ്ണൻ ഏതാണാവോ? ഒന്ന് മാറിക്കേ. സി മിസ്റ്റർ ആൻഡി, ഐ നോട്ട് കൃഷ്ണൻ, ഐ ആം മോനായി. പോയിരടിയെല്ലാം ക്ലാസ്സിൽ. പിന്നെ നാളെ കാണാം. തന്റെ പേരെന്താന്നാ പറഞ്ഞത്? മോനായി. താൻ ഏത് ഡിപ്പാർട്ട്മെന്റാ? അങ്ങനൊന്നും ഇല്ലെന്നേ, എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെന്റാ അല്ലേ? ആദി നിന്റെ കസിൻ മോനായില്ലേ, അവനെ പ്രിൻസി പൊക്കി. എന്തിനാന്നും അറിയത്തില്ല, പൊക്കിക്കൊണ്ട പോന്നാണ്ട്. അവസാനം ബദാം മുറിച്ചിട്ടതിന് ശേഷം 30-40 മിനിറ്റ് കൂടി വേവിച്ചാൽ ഈന്തപ്പഴ കേക്ക് റെഡി. ഇത്രയേ ഉള്ളൂ? പിന്നല്ലാതെ. ഞാൻ വായിക്കാമേ. ആദ്യം മുട്ട, പിന്നെ പഞ്ചസാര, ഇതിന്റെ കൂടെ ഈന്തപ്പഴം, ഏത്തപ്പഴം എന്നിവ അരച്ചെടുക്കണം. അതെ, ഏത്തപ്പഴം പുഴുങ്ങിയതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ടോ? പിന്നെ ഓഹോ, ഏത്തപ്പഴം പുഴുങ്ങിയതായിരിക്കണം. ഇതിനുശേഷം എണ്ണയും സോഡാപ്പൊടിയും മൈദയും തേങ്ങയും വേറെ കുഴക്കണം. ശരിയല്ലേ? എണ്ണ സൂര്യകാന്തിയുടെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈന്തപ്പഴവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് അരച്ചെടുത്തതും എണ്ണയൊഴിച്ച് കുഴച്ചെടുത്തതും കൂടി ഒന്നിച്ച് ചേർത്ത് നെയ്യ് ഒഴിച്ച് വേവിച്ചെടുക്കണം. അതാണ്. അവസാനം കുറച്ച് ബദാമും കൂടി മിക്സ് ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എളുപ്പല്ലേ? അതാ. എന്താടോ? അത് മാം മോനായി. ഓ, ഇയാളെ തിരക്കിയാണോ? ഇയാള് കൊള്ളാം കേട്ടോ. താങ്ക് യു. തന്റെ കൂടിയ താമസം? അതെ മാം. ഇയാള് നല്ല കുക്കാണല്ലോ. അപ്പൊ ശരി മോനായി, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണേ. പിന്നെ ഞാനിവിടെ തന്നെ കാണും. ഇനിയും വരുമ്പോ കോഴിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചത്. കോഴിക്കാട്ടോ? കോഴിക്കാട്ടോ അല്ല, പിന്നെ കോഴിക്കൊണ്ടാട്ടം. ഓ പോട്ടെ. ശരി ശരി, ആയിക്കോട്ടെ. അപ്പോ ഈന്തപ്പഴത്തിന്റെ കൂടെ തേങ്ങാപ്പാലാണോ അതോ ശർക്കരയുടെ കൂടെ മോരാണോ? അപ്പൊ ഇതാണല്ലേ നീ പറഞ്ഞ മോൾ. നീ അവളെ വിളിച്ചു നോക്കി. മോളെ മോളോടെ ഇവനെന്താ കണ്ണി സൂക്കാ? നീ എവിടെയാ? കൂളിംഗ്. ഞാനിവിടെ കൂളിംഗ് ഗ്ലാസ് അല്ലേ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വാ. ഓക്കെ, കമോൺ ബ്രോ. ഹായ്. ഓ മോനായി ഉണ്ടല്ലോ കൂടെ. അറിഞ്ഞോ, മോനായി എന്ന് പ്രിൻസ് പൊക്കി. എന്നിട്ട് പ്രിൻസി അവസാനം എന്റെ ശിഷ്യയായി. ഇതാണ് ഞാൻ പറയാറുള്ള സെലീന. ഓ, ഇത് മാത്യൂസ്, ഞങ്ങളുടെ സ്വന്തം മാത്തൻ. അതെ, മാത്യു. അത് ഫൈസി, അന്ന് ഞാൻ പറഞ്ഞ ആള്. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേക പറച്ചില്? പ്രത്യേകിച്ച് എന്ത് പറയാൻ, ഇത് ഫൈസി ആണെന്ന് പറഞ്ഞതാണേ. അപ്പൊ നിങ്ങൾ സംസാരിക്കും, ഞങ്ങൾ പോരാ. വാടി സുന്ദരി. ഫൈസി ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴും സുന്ദരിമാരുടെ വിളികളൊക്കെ വരാറുണ്ടോ? അത് പിന്നെ ചുമ്മാ തമാശക്ക്. പ്രായത്തിൽ മൂത്ത സുന്ദരിമാരോടാണല്ലേ താല്പര്യം കൂടുതൽ. അയാൾക്ക് വിഷമമായോ? നീ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു. അപാര തൊലിക്കട്ടി അവന്. ഇതൊന്നും ഏക്കില്ലെന്നേ. നിങ്ങൾ വാ. എന്നാലും ആ സെലീന എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണ്? പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചാണല്ല. ഇല്ല, നിന്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയാ മറ്റൊരു അത്രയുള്ളല്ലേ? എന്നാ അത് ഞാനല്ല.
അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? ഫൈസി, നിന്നെ ഒരുത്തി തല്ലിട്ട് നീ ചുമ്മാ നോക്കിക്ക. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നൊരു വിലയില്ലാണ്ടായോ? വാടമോനായി നമുക്ക് ചോദിക്കാം. വേണ്ട. എന്താ? എന്താ വേണ്ട? അതെന്താ വേണ്ട? എന്താന്ന്? എടാ, 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടി ഒരു പെണ്ണുപോയി 2 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. നിന്നെ ഏതെങ്കിലും ഒരുത്തി തല്ലിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിൽക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ കാര്യം? എന്താടാ അത് പിന്നെ പിന്നെ കുറച്ചു നാൾക്ക് മുമ്പ് ഇവൻ നമ്മളെ പടത്തിന് വിളിച്ചോണ്ട് പോയിട്ട് ഇവന്റെ ചെലവ് കൊണ്ട് നമ്മൾ എടുക്കേണ്ടി വന്നു. അതിരിക്കട്ടെ, ഈ ചായയുടെയും കടിയുടെയും കാശ് ആര് കൊടുക്കും? നീ കൊടുക്കും. എന്റെ കാശൊന്നുമില്ല. അതങ്ങേ അഞ്ചലിനപ്പുറം പോയി പറഞ്ഞാ മതി. നീ കൊടുക്കും. നീയേ കൊടുക്കൂ. ഏലെന്നൊക്കെ പെട്ടിട്ട് കീറിനൊക്കെ പെട്ടി. അളിയാ ഫൈസി, ഞാൻ നിന്നോട് പറയാറുള്ള സാധനമില്ലേ, ദോണ്ട നിൽക്കുന്നു. എങ്ങനെ ഉണ്ടായിട്ടോ? അതേടാ, അവള് തന്നെ. അവളുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയപ്പനെ കണ്ടോ? അവളുടെ അപ്പനാണോ? അങ്ങനെ അവള് ടൂൺ ചെയ്യുവാടാ. നോക്ക്, ശരിക്കും നോക്ക്. കിളവന്മാർക്കാണോ ഇപ്പൊ ഡിമാൻഡ്? അളിയാ, ആ കൂട്ടൊരു പണി കൊടുത്താലോ? എന്തോ പണി? അതൊക്കെ ഉണ്ട് മോനെ ജോർജേ. നീ ചായയുടെ വേടം കാശ് കൊടുക്ക്. ബൈക്ക് എടുത്ത് റെഡി ആയിട്ടേക്ക്. ഇക്കാക്ക് ലേശം പണിയുണ്ട്. അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം, അത് വിട്. പോയാലോ? ചേച്ചി നോക്കുവൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. 1000 തരേണ്ടി വരും. 1000 കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടേ കയറിയോ? അപ്പുറത്ത് കിടക്കണം. കയറിയോ, വേഗം കയറിയോ. എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്കൊരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. തൊലിക്കട്ടി തന്നെ. താങ്ക് യു. വേറെ സാധനം. സാധാരണ എന്നെക്കാൾ നേരത്തെ എത്തുന്ന ആളാണല്ലോ, ഇന്നെന്ത് പറ്റി? കാറിന് ചെറിയൊരു കംപ്ലൈന്റ്, വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാ വരുന്നത്. ഓ അങ്ങനെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നിന്നോട് നേരെ വീട്ടിലേക്കല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ വൈകിട്ട് ഫംഗ്ഷന് വരില്ലേ? ഇല്ല, ഞാൻ വരില്ല നേരത്തെ പറഞ്ഞല്ലേ. തൽക്കാലം നിങ്ങൾ പോവാൻ നോക്കും. നീ വാ. വീട് വാ. ഇവനോ സുന്ദരി വന്നേ, അന്ന് വീട്ടിലെ മച്ചാനെ. അവിടെ വായിരിക്കണം മുഴുവൻ കേട്ടപ്പോ മതിയായല്ലോ. ഞാൻ ഇപ്പൊ റൈറ്റ് കാണിച്ചു. പണി നീ കാണിച്ചേ. എന്താ വണ്ടി നിർത്താഞ്ഞോ? എന്തിനാളിയാ നിർത്തുന്നത്? എന്റെ ലൈസൻസ് ഉണ്ട്, വണ്ടിയുടെ ബുക്കും പേപ്പറും ആളിന്റെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഇതൊക്കെ ഇല്ലാത്തമാര് നിർത്തിയാ പോരെ. സത്യത്തിൽ ഇവന്റെ കാര്യം വലിയ കഷ്ടം. ഇനി പോലീസ് അങ്ങനെ പറയൂരോ? നീ ധൈര്യമായിട്ടിരിക്കണം മോനായി. എന്തിനാ പേടിക്കുന്നേ? ഇക്ക കൂടെയല്ലേ? അയ്യോ പോലീസ്! അയ്യോ, നമ്മളെ പൊക്കാനുള്ള വരവാണ്. ചവിട്ടി വിടറ മോനെ. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും വയ്യേ? ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങടാ. ഇങ്ങോട്ടേക്കടാ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവാ സാർ. നിനക്കെന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം അടിച്ചോണ്ടാ? ഇല്ല. ഊതിപ്പിരടോ. ഊതടാ. ഇങ്ങോട്ട് ഊതാ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഇങ്ങെടുത്തേ. ഇങ്ങോട്ട് എടുക്കാ. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്. എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലതും ആണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രല്ല
ആ സമയം കൊണ്ട് സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. എങ്ങനെ? ഈ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ 4 പേരോട് ഇപ്പോഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രിയാവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തൂ. നല്ല ആളോടാ കളി. ഇവനെ വാടാ, ഇന്ന് വേണം മാക്കാനെ. വേറെ സാധനമുണ്ട്, കമ. നമ്മള് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തില്ലേ? ഉണ്ണി സമാനപ്പെടും, എല്ലാം ശരിയാവും. എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം. ഈ സന്തോഷകരമായ വേളയിൽ മറ്റൊരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയുണ്ട്? എന്റെ മകൾ മായയും എന്റെ സഹോദരി പുത്രനായ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം ഈ മാസം 24-ാം തീയതി നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ ഞാൻ സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഇപ്പഴാണ് എനിക്കൊന്ന് സമാധാനായത്. എന്തുവാ? ഉണ്ണിക്ക് 9 അല്ലായിരുന്നു എത്ര നാളും പ്രശ്നം. അയ്യേ, ആ 9 അല്ല. ജാതകപ്രകാരം 9ന്റെ ഗുണിതങ്ങളിലല്ലേ ഉണ്ണീരെ കല്യാണം നടക്കൂ. അതായത് ഉണ്ണിക്ക് ഇപ്പൊ 27 വയസ്സ്. ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ 9 വർഷം കാത്തിരിക്കണ്ടേ? അപ്പൊ എത്ര വയസ്സ്? 36. അത്രയും നാളും ഉണ്ണി എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും? നിങ്ങളും വികാരവും വിചാരമുള്ള മനുഷ്യനല്ലേ? എടാ, മായ്ക്ക് വേണ്ടി 9 അല്ല 50 വർഷം വേണേലും ഞാൻ കാത്തിരിക്കും. 50 വർഷം കഴിഞ്ഞിട്ടെന്തിന് അപ്പുറപ്പുറം കണ്ണുപൊത്തി കളിക്കാനാ? എന്റെ ഉണ്ണി നടക്കുന്നെങ്കിൽ ഇപ്പൊ നടക്കണം. ഇതാണ് നല്ല ബെസ്റ്റ് ടൈം. ഇപ്പൊ നടന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ പിന്നീട് നടക്കത്തില്ല. എന്നെ തന്നെ കണ്ടില്ലേ? എന്തോ ആയിക്കോട്ടെ, അവസാനം എന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കല്ലേ. ദൈവമേ, പോലീസ് സ്റ്റേഷൻ അവരെവിടെ ഇടിച്ചാലും എനിക്ക് മിസ്സാവില്ല. അതെ, പുറകേന്ന് വിളിച്ച് എന്താ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. പോലീസും ഞാനും ശരിയാവില്ല. വാടാ ഇങ്ങോട്ട് കളിക്കാൻ. നീയാണോടാ ശല്യം ചെയ്തത്? ഇവന്മാർക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത്. രാത്രിയായ റോഡ് നീളെ തെമ്മാടിത്തരം കാണിക്കാൻ ഇറങ്ങിക്കോളും. നിന്നെയൊക്കെ ഞാൻ നടന്നിഞ്ഞെത്തിയ ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീയൊക്കെ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് പഠിക്കുക സർ. എവിടെ? രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോ ഹോസ്റ്റലിലായിരിക്കും താമസം? അല്ല സർ, കോളേജിനടുത്തുള്ള ഒരു വാടക വീട്ടിലാണ്. നിനക്കൊക്കെ എന്താടാ കൈ കാണിച്ചാൽ വണ്ടി നിർത്താൻ ഒരു പ്രയാസം? സോറി സർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകരുത്. പേപ്പറെല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. പൊയ്ക്കോ പൊയ്ക്കോ പോ. താങ്ക് യു സർ. ആ ഹലോ, ആ ഞാൻ ഇവിടെ ഉണ്ട്, സ്റ്റേഷനില്ല. പറഞ്ഞോ. കിട്ടിയോടാ? എന്താ കൂള്? ഒരു മിനിറ്റ്. പറ. 99 137 42 639. ഓക്കേടാ. എടാ പേരെങ്ങനെയാടാ? ഷാഫിയോ? എന്താണ്? കൂത്ത് ഷാഫി എന്ന് പറയും. എന്ത് പേരാടാ ഇത്?
ഓക്കേടാ. ഓക്കെ ഓക്കെ. എന്താളിയാ? ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഏതെങ്കിലും ഒരുത്തേക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. പറഞ്ഞ പോലെ നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. ആ നീ ഒന്നും പോയില്ലടാ? സാർ ലൈസൻസ് RC ബുക്കും. ഓ അതൊന്നും തന്നില്ലായിരുന്നല്ലേ? ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ താങ്ക് യു സർ. താങ്ക് യു സർ. നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ? ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്. പിന്നെ പേപ്പർ എവിടെ പോയി? ഇതാണോ സാറേ? പടച്ചോനെ, ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോന്നടാ ഇത്? കൂത്തിശാപിയോ? പൊയ്ക്കോ, എന്റെ കണ്ണുമുമ്പിൽ കണ്ടുപോരുത്. പോടാ. നിങ്ങയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേഗം വാടാ. അച്ഛാ, എന്താ മോളെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. എന്റെ കൂടെ മോളത് പഠിക്കുന്ന മറന്നേക്ക്. അത് നടക്കില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ സഹായിച്ച ആളാണ് ഉണ്ണിയുടെ അച്ഛൻ. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക നീ ഉണ്ണിയുമായുള്ള വിവാഹം. അതുകൊണ്ട് മോള് മറ്റെല്ലാ ബന്ധവും ഇനി മറന്നേ പറ്റൂ. മായ സോറി. നിനക്ക് ഇതുവരെ കുട്ടികളെ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നത്. മായ സോറി. കാര്യങ്ങൾ എത്ര വഷളായത് ഞാൻ അറിഞ്ഞില്ല. നിനക്കൊന്നും അറിയണ്ടല്ലോ. അറിയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ഒരു തവണയെങ്കിലും ഫോൺ എടുത്തുകൂടായിരുന്നോ? മായ അത് എനിക്കൊന്നും കേക്കണ്ട. എന്താണ് പ്രശ്നം? ആ ഉണ്ണിയായിട്ടുള്ള അവളുടെ കല്യാണം വീട്ടുകാർ തീരുമാനിച്ചെന്ന്. അവൾ ആദ്യം പറഞ്ഞപ്പം ഞാൻ കളിയായിട്ടാ വിചാരിച്ചത്. അതിന്റെ കലിപ്പ് കാണിച്ചാ ഇന്നലെ രാത്രി ആ സിറ്റുവേഷനിൽ അവൾ എന്നെ വിളിച്ചപ്പോ ഫോൺ കട്ട് ചെയ്തതിന് വേറെ. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കേ. അതൊന്നും നടക്കില്ലടാ. അയാളല്ല ഉറപ്പിച്ച മാട്ടാ. എന്തായാലും ഞാനൊന്ന് RKG കണ്ടിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. പോയിട്ടോ. ആളെയും പോയിട്ട് വാ. എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ തന്നെ ആണ്. പോയിട്ട് വാളിയാ. എന്തുവാടേ ഇത്? ഒന്നും പറയാനും പാടില്ലേ? വരൂ. വരുന്നേ. അപ്പോ കാര്യങ്ങൾ അതുവരെ കൊണ്ടുവന്ന് എത്തിച്ചു അല്ലേ? ആ വഴിയുണ്ടാക്കാം. വൈകുന്നേരം വീട്ടിലൊരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചോ. എന്നാടോ വക്കീലെ, ചാർജ് ചെയ്യ്. സത്യത്തിൽ ഈ സാറ് വക്കീലാണെന്ന് സാറ് പറഞ്ഞപ്പോ അമ്മച്ചിയാണ് ഞാൻ വിശ്വസിച്ചില്ല. അതെന്താടോ ഈ സാറിന് വക്കീലിന്റെ ലുക്കില്ലേ? അതെല്ലാരും പറയുന്ന കാര്യമാണ്. പക്ഷേ വക്കീൽ കോട്ടാക്കിയിട്ട് കോടതിയിലൊരു നിപ്പ് നിന്നാലേ മമ്മൂട്ടി മാറിയിരിക്കും. എടോ വക്കീലേ, ഇനി കാര്യത്തിലോട്ട് കിടക്കാം. പറ. പിള്ളേരുടെ കാര്യം എങ്ങനെയാ? പിള്ളേരുടെ കാര്യം വളരെ സിമ്പിളാ. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലോട്ട് വന്നാ മതി. ബാക്കിയെല്ലാം ഞാനേറ്റു. രജിസ്റ്റർ മാറ്റി ചെയ്യാനോ? അത് മാത്രമേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ മുന്നിലുള്ളൂ. ഇതത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. നിങ്ങൾ വന്നങ്ങ് രജിസ്റ്റർ ചെയ്തിട്ട് പോയാൽ മതി. പെൺകുട്ടിയുടെ വീട്ടുകാരെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും ഈ അഡ്വക്കേറ്റ് അനിരുദ്ധൻ. ഐഡിയ കൊള്ളാം. പക്ഷേ എന്ത് പക്ഷേ? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല. ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. ആദി ഇല്ല. നീ വീട്ടിൽ പൊക്കോ. നിന്റെ വീട്ടുകാരെ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എന്താ മിണ്ടാത്തത്? ഒന്നുമില്ല, ഞാൻ വരാം. എങ്കിൽ നമുക്ക് നാളെ തന്നെ ചെയ്യാം. നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വന്നാൽ മതി. സ്ഥലം ഞാൻ വിളിച്ചറിയിക്കാം. ശരി. എന്റെ മൂന്നാമത്തെ പ്രപ്പോസൽ ആയിരുന്നത്. ഇയാൾക്ക് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. മായ ഓക്കെയാണ് സാർ. വെരി ഗുഡ്. അപ്പൊ എന്നെ വെച്ച് താമസിപ്പിക്കാതെ ചെയ്യുന്നതാണ് നല്ലത്. RKG നമുക്ക് ഇറങ്ങിയാലോ? സമയ സ്ഥലമൊക്കെ നാളെ രാവിലെ ഞാൻ വിളിച്ചു പറയാം. അപ്പൊ ശരിയടാ പിള്ളേരെ, ഇറങ്ങുക. ഇതും കൂടി ഞാൻ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ നീയൊക്കെ കുടിച്ചു കുടിച്ച് കുടിയന്മാരായി പോവും. ഇയാളിത് എവിടുത്തെ
നിക്കടോ വക്കീലെ, ഞാൻ കൂടെ വരട്ടെ. ഇടിയാൻ വെച്ചു. ഗുഡ് മോർണിംഗ് സാർ. എന്തോ മോർണിംഗ്. ഓ ആയിക്കോട്ടെ. അവന്മാരും ഇതിൽ എത്തിയില്ലേ? ഇല്ല. ദേ അകത്തല്ല ഞാൻ റെഡിയാക്കിട്ടോ. എത്തിയാലും അവിടെ ഒപ്പിടുക പോവുക. പിന്നെ ഇവിടെ കറങ്ങി തിരിഞ്ഞൊന്നും നിൽക്കരുത്. പ്രത്യേകിച്ചും മായക്ക് പേടിയൊന്നുമില്ലല്ലോ. പേടിയില്ലാതിരിക്കോ? താനെന്ത് മറ്റേടത്ത ചോദ്യമോടോ ചോദിക്കില്ല. നമ്മൾ സമയം വൈകില്ലല്ലോ. തുറക്കണോ? എന്താണ് ഇത്ര ലേറ്റ് ആയത്? വഴിയിലൊക്കെ ബ്ലോക്ക് ആയിരുന്നു സാർ. അതാ. ആണാ? അതേ റോഡിൽ കൂടെ തന്നെയാണ് ഞങ്ങളും ഇങ്ങോട്ട് വന്നത്. അല്ല എന്താ ഇതൊക്കെ? ഇത് മാല, അത് ബൊക്കെ. കണ്ടിട്ട് മനസ്സിലായില്ല? അത് മനസ്സിലായി, പക്ഷെ ഇത് എന്തിനാണെന്നാ മനസ്സിലാവാത്തത്. ഇന്ന് ഇവരുടെ കല്യാണല്ലേ? ആരുടെ? ഓ ഇന്ന് ഇവിടെ കല്യാണം ഒന്നും നടക്കത്തില്ല. അപ്പൊ കല്യാണം നടക്കില്ലേ? പിന്നെ വക്കീലല്ല പറഞ്ഞ ഇവിടെ വന്നാൽ ആദ്യം എല്ലാം റെഡി ആയിരിക്കും. ഞാനിന്ന് എന്റെ പൊന്നു വക്കീലെ ഈ മന്ദബുദ്ധികളെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്ക്. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇന്ന് ഇവിടെ നമ്മളൊരു അപേക്ഷ കൊടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ 1 മാസം കഴിഞ്ഞ മാരേജ് വാലിഡ് ആകും. ഈ മാലയൊക്കെ അന്നിടാം. അപ്പൊ സിനിമയിലൊക്കെ മോനെ ഫൈസി, അത് സിനിമ, ഇത് ജീവിതം. വക്കീലെ, താൻ വേഗം ചെന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. എന്ത് കാര്യം? ഈ മാരേജിന്റെ കാര്യം. ഓ അത് ഞാൻ ഓർത്തില്ല. എല്ലാം ഒന്നിനും ചായ കുടിക്കാൻ സമയം. ചെല്ലി വക്കീലേ. പോവേലേ അളയാ. കല്യാണം 1 മാസം കഴിഞ്ഞോളൂ എന്ന് കരുതി ചെലവ് മാറ്റി വയ്ക്കാൻ പറ്റില്ല. നീ ഒന്ന് വാ അടച്ചു വെച്ചാൽ ചെലവ് ഞാൻ ചെയ്യാം. RKG ഇനി വന്നേ. മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. എന്തുപറ്റി? നിനക്ക് പ്രായപൂർത്തിയായിട്ടില്ല. നിനക്ക് 21 വയസ്സായിട്ടില്ലെന്ന്. അയ്യോ സാറേ, എനിക്ക് 21 വയസ്സായി. അത് നീ മാത്രം പറഞ്ഞാ പോരല്ലോ. നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നിനക്ക് 21 വയസ്സാകാൻ ഇനി 27 ദിവസം കൂടി വേണം. ഇനിയിപ്പോ എന്ത് ചെയ്യും സർ? 27 ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതേ വഴിയുള്ളൂ. വേറെ ഒരു വഴിയില്ല സാർ. ഒരു വഴിയില്ല. അത്രയും ദിവസം വെയിറ്റ് ചെയ്തേ പറ്റൂ. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം സാർ. അങ്ങനെ ചെയ്യാൻ പറ്റൂ. ആരും ഇവിടെ വന്നിട്ടുമില്ല, ഒന്നും കണ്ടിട്ടുമില്ല, ഇവിടെ ഒന്നും നടന്നിട്ടുമില്ല. എല്ലാരും പോയി വണ്ടി കയറിയേ. ചെല്ലേ. അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തിയാൽ അതിനങ്ങനെ ഈ നിയമസാധുത. നിന്റെ അടുത്ത് പ്രത്യേകം പറയണോ? പോയി വണ്ടി കയറാ. ഓടാ താങ്കി വന്നേ. ഇവന്മാര് രഹസ്യം പറയാൻ സമ്മതിക്കും. ഹലോ, ആദി. എന്താ? അനിയനെ വിളിച്ചത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന കാര്യം വീട്ടിൽ അറിഞ്ഞു. അതെങ്ങനെ? ആരോ അച്ഛനെ ഫോൺ വിളിച്ച് പറഞ്ഞതാ. അവരെല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ അവരുടെ കൂടെ പോയില്ല, ആദിയോടൊപ്പം വരും. വീട്ടിൽ പോയ പിന്നെ ആദ്യം ഒന്ന് കാണാൻ കൂടി സമ്മതിക്കില്ല. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മായേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? സാറിന് എന്റെ വീട്ടുകാരുടെ കാര്യം അറിയാഞ്ഞിട്ടാ. അവർക്ക് ഇത്രയും ദിവസം മതി ഉണ്ണിയായിട്ടുള്ള എന്റെ കല്യാണം നടത്താൻ. അതും ശരിയാണല്ലോ. വക്കീലേ, എന്തെങ്കിലും വഴിയുണ്ടോടോ? ഒരു വഴിയുണ്ട്. പക്ഷേ അതൊരു വളഞ്ഞ വഴിയാ. 21 വയസ്സ് തികഞ്ഞ ആരെങ്കിലും ഇപ്പൊ മായയോടൊപ്പം അപേക്ഷ നൽകണം. അത് വാലിഡ് ആകുന്നതിന് മുമ്പ് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആദ്യക്ക് 21 തികയുമ്പോ മായയായിട്ട് ചേർന്ന് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്താ, അതല്ലേ നല്ലത്? എടാ മാത്ത പോടാ. വീട്ടിലെങ്ങനെ പറഞ്ഞ വെല്ലുമിച്ച് ചട്ടം പിടിച്ചിട്ട് ചന്തിക്ക് വെക്കും. ഒന്ന് സമ്മതിക്കടാ. ഫൈസി സോറിയാ, ഞാൻ അങ്ങനെ ചെയ്തു പറഞ്ഞ എന്റെ കാമുകാർ ജീവിച്ചിരിക്കില്ല. സാർ പോടാർക്കടന്നു. ഞാനാ നിന്റെയൊക്കെ പ്രായത്തിലൊരു കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പോ അത് മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചിനാ. അയ്യോ സാറേ, അതല്ല, ഒരു വഴി പറഞ്ഞതാ. ഓ വഴി. വക്കീലേ, എന്റെ വഴിയൊന്നുമില്ല, എല്ലാം തീർന്നു.
ഒരു വഴി ഉണ്ട്. ഈ ഡ്രസ് ഇവനേക്കാളും ചേരുന്ന മോനായിക്ക. ഈ മാലോടെ ഇട്ടോണ്ടേ വീട്ടുകാർ വെറുതെ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കാനുള്ള ആൾക്കാർ അവരെന്നെ കണ്ട പ്രശ്നം കൂടുതൽ വഷളാവും. നിങ്ങൾ മാനേജ് ചെയ്തോ, ഞാൻ തൽക്കാലം എസ്കേപ്പ് ചെയ്യാ. മോളെ, നീ എന്താ ഈ കാണിച്ചത്? വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഞാൻ വരില്ല. നിന്നെ പെറ്റു വളർത്തി ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. നീ എന്ന് മുതലാടി ഇത്രയും സംസാരിക്കാൻ പഠിച്ചത്? ഇവനെ ഈ പീക്കിരി പിള്ളേരെയും കണ്ടോണ്ടാണ് നീ കിടന്ന് തുള്ളുന്നത്. നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? മോളെ, മര്യാദയ്ക്ക് പറയുന്നൊന്ന് കേക്ക്. ഹലോ, എന്തായി? അവര് മാലയൊക്കെ ഇട്ട് നിക്കുക. അപ്പൊ നേരത്തെ അവരെല്ലാം പ്ലാൻ ചെയ്തിരിക്കുക. കൂടെ പഠിക്കുന്നതാന്നാ അവളോട് പറഞ്ഞിരുന്നത്. എങ്കിലൊരു കാര്യം ചെയ്യും, അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ബാക്കി നമുക്ക് വഴിയെ തീരുമാനിക്കാം. അത് താൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. നാട്ടുകാർ അതും ഇതും പറഞ്ഞ് കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? ഒന്നുമല്ലെങ്കിലും ചെറുക്കനൊരു ബിടെക് സ്റ്റുഡന്റ് അല്ലേ? അപ്പൊ വീട്ടുകാരും അത്ര മോശക്കാരാകാൻ സാധ്യതയില്ല. താൻ അവരെ വിളിച്ച് വീട്ടിൽ പോകാൻ നോക്ക്. രണ്ടുപേരും ഒന്ന് വണ്ടി കയറിക്കേ. വാ മോളെ. അത് പറ്റില്ല, ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ആരാടാ അത് പറയാൻ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ എന്റെ മോളെയും ചെറുക്കനെയാ വിളിച്ചത്. ഇങ്ങോട്ട് മറിക്കടാ. കസ്തൂരി മാമ്പഴം പോകും. അയ്യോ കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. നിന്റെ നോട്ടം തെറ്റിയാൽ പോകും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. നട്ട് നനച്ച് വളർത്തിയ പൂച്ചെടി, നട്ട് നനച്ച് വളർത്തിയ പൂച്ചെടി മുട്ടനാടത്തി തിന്നും. അയ്യോ, മുട്ടനാടത്തി തിന്നും. കൂട്ടിനുള്ളിലെ കോഴി കുഞ്ഞിനെ കാട്ടുകുറുക്കൻ കക്കും കക്കും കക്കും. മോനായിയുടെ കൂടെ മായയെ വിട്ടതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഏയ്, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്റെ പൊന്ന് സാറേ, ഒരു പെണ്ണിനെ കൈ കിട്ടിയ അന്ന് അവന്റെ തനിക്കുണം കാണിക്കുന്നു പറഞ്ഞു നടന്നാ മോനായി. അല്ല, ആ ദിവസം ഇന്നാവണ്ടിരുന്നാ മതിയായിരുന്നു. മിണ്ടായിരിക്കടാ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യ പേടിപ്പിക്കല്ലേ. ഒന്നും നടക്കില്ല അവിടെ. ഡാ, നീ വിഷമിക്കണ്ട. മായ നിന്റെ പെണ്ണല്ലേ, അത് മോനായിക്കും അറിയില്ലേ. വിഷമിക്കാതിരിക്കാൻ നീ പറഞ്ഞ പോരല്ലോ. സാറ് പറഞ്ഞു കേട്ടിട്ടാ ഞാൻ അവനെ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുപ്പിച്ചു. നിങ്ങളുടെ കൂടെ ഇത്രയും അടുത്ത് പെരുമാറുന്ന കണ്ടപ്പോ ഞാൻ കരുതി മോനായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിരിക്കുന്നു. എന്താ അപ്പൊ അങ്ങനെയല്ലേ? എന്റെ സാറേ, എനിക്കറിയില്ലായിരുന്നല്ലോ ആ തണ്ടൻ തള്ളൻ കൂടി അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. മായയെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് ഞാൻ കരുതിയിരുന്നു. ആ മോനായിക്കാണെങ്കിലേ ശ്രീവിഷി ഇത്തിരി വീക്ക്നെസ് തന്നെ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന. ഇപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കാരണം ഏതോ ഒരു പെണ്ണുകാസാ. അപ്പൊ മോനായ ഒരു മൃഗമാണല്ലേ? വെറും മൃഗമല്ല, മനുഷ്യമൃഗം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സൂചന എനിക്ക് തന്നിരുന്നെങ്കിൽ മോനായിക്ക് പകരം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ അപേക്ഷ. അത് നന്നായ. സാർ അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ 100% ഉറപ്പായിരുന്നു അവരൊരിക്കലും മായ കൊണ്ടുപോയില്ലായിരുന്നു. അതെ, ഇഷ്ടം പോലെ ചെറുപ്പക്കാരല്ലേ ഈ നാട്ടില്. ഒരു തൈക്കിളവനായ സാറിനെ കിട്ടിയ മകളെ അവരവിടെ തന്നെ ഉപേക്ഷിച്ചാണ്. നമുക്കൊരു ടെൻഷൻ അടിക്കാൻ വേണ്ടായിരുന്നു. മായ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യായിരുന്നു. നമുക്ക് കൂടുതൽ രണ്ടുപേർക്ക് അടിക്കുകയും ചെയ്യായിരുന്നു. നമുക്ക് മായയുടെ വീട് വരെ ഒന്ന് പോയാലോ? നിങ്ങൾ ചുമ്മാ മണ്ടത്തരം കാണിക്കല്ലേ. കല്യാണം കഴിഞ്ഞെന്ന് കരുതിയാ ഇപ്പൊ അവര് മായ മോനായും കൂടെ വിളിച്ചോണ്ട് പോയത്. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാ നല്ലത്. അതെ, നീ ഒരു കാര്യം ചെയ്യ്, മായ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കാൻ അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. കാര്യങ്ങളെല്ലാം മായ ബുദ്ധിപൂർവ്വം തന്നെ കൈകാര്യം ചെയ്യുന്ന എന്റെ വിശ്വാസം. ആ വിശ്വാസം കൊള്ളാം, അങ്ങനെ ആശ്വസിക്കുകയും ചെയ്യാം. അല്ലാ, ആ പെങ്ങളെ കാത്തോണേ, ഞാൻ പ്രാർത്ഥിക്കടാ. ഉണ്ണി, അവർക്കിത് ആദ്യ രാത്രി, ഉണ്ണിക്കിത് കാളരാത്രി. എങ്ങനെ? ഈ ആദ്യ രാത്രി നമുക്ക് പൊളിക്കണ്ടേ? എങ്ങനെ പൊളിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊളിക്കാം, പൊളിച്ചു തരാം, അല്ലെങ്കിൽ എല്ലാം പൊളിയും.
അവന് സ്വപ്നം കണ്ടെന്നു. എന്താടാ വല്ല സ്വപ്നം കണ്ടോ? കാണും. നീ വിഷമിക്കാരി, ഒന്നും സംഭവിക്കില്ലെന്നേ. അതെടാ, ഒന്നും സംഭവിക്കില്ല. നീ ഒന്നും ഉണ്ടായിരുന്നേ. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. വാ, അവൻ കിടക്കട്ടെ. വന്നേ അളിയ, ഓൾ ദി ബെസ്റ്റ്. വാടാ. അതെ, ഇതെവിടെ പോകുന്നു? കുട്ടന്റെ അടുത്തേക്ക്. കുട്ടന്റെ അടുത്തോ? ആ അതെ, ഇന്നലെ കല്യാണം വേണമെന്നൊക്കെ പറഞ്ഞ എന്റെ ജോലിയൊന്നും നടന്നിട്ടില്ല. ഞാൻ ചെന്നിട്ട് വേണം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതെന്തായാലും നന്നായി. മോനായി ഇവിടെ തന്നെ നിന്നാ മതി. ജോലിയൊക്കെ അവര് ചെയ്തോളൂ. എനിക്ക് പോണം, അവർക്കേ കോളേജിൽ പോകാ. എന്റെ മോനായി അവരിന്ന് കോളേജിലൊന്നും പോകില്ല. പിന്നെ വാലിന് തീ പിടിച്ച് നിക്കായിരിക്കും. അതൊന്നും എനിക്ക് അറിയില്ല കൊച്ചെ. എനിക്ക് പോയേ പറ്റൂ. കുട്ടനോട് കല്യാണം കഴിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ നിൽക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ അവിടെ എല്ലാം കുളമാവും. കുട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അതൊന്നും പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോവാ. എങ്കിൽ ശരി, ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാവോ? എന്തിനാ? ഞാനും കൂടി വരാം കുട്ടന്റെ അടുത്തേക്ക്. അതെ, താഴെ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കരുത്. അവരുടെ മുമ്പില് ആദിയ, അല്ലാതെ മോനായി അല്ല. എനിക്കറിയാം. അവരിതുവരെ ഉണർന്നില്ലേ? ആ ദൈവമായിരുന്നു. ആ ഇരിക്കുമനെ. അല്ല, രാവിലെ രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എന്തെങ്കിലും ചെയ്യണം. ഓഹോ, അപ്പൊ എല്ലാം കരുതിക്കൂട്ടി തന്നെ ആയിരുന്നു അല്ലേ? അച്ഛൻ സമ്മതിക്കൊന്ന് കരുതിയില്ലല്ലോ, അതാ ഞങ്ങള്. നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? ആ കഴിച്ചോളാം. നീ അത് ഓഫാക്കി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. നീ ഇവിടെ ഇരിക്കെ. ഡീ, കുറച്ച് വെള്ളം എടുത്തേ. ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് മോനെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പനോ? അതച്ഛാ, ഇവര് നമ്പൂതിരി ഫാമിലിന്ന് വന്നതാണേ. അതുകൊണ്ട് അച്ഛനെ അപ്പാന്നാ വിളിക്കുന്നത്. അവര് വിവരം അറിയിക്കണ്ടേ? അവരെല്ലാം അമേരിക്കയിലാണ് അച്ഛാ. അമേരിക്കയിലോ? ആ അതെ. എന്നാ പിന്നെ ആ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ, അത് വേണ്ട അച്ഛാ. അതെന്താ? അത് ആദ്യയുടെ അച്ഛന് 2 അറ്റാക്ക് കഴിഞ്ഞതാ. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോ ഇതൊരു നല്ല കാര്യമല്ലേ പറയുന്നേ? ഓൾറെഡി മറ്റൊരു പ്രപ്പോസൽ ആദ്യയുടെ അച്ഛൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ. ഓ, അങ്ങനെയാണല്ലേ. പക്ഷെ കാര്യങ്ങൾ അവരെ അറിയിക്കായിരുന്നല്ലോ. എങ്ങനെയാ? അവരൊക്കെ അടുത്ത മാസം വരുന്നുണ്ട് അച്ഛാ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കാം. ഓ, അത് ശരി. മോനെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? ഈ ഇഡ്ലിയുടെ മാവിടെ ആട്ടിയതാണോ അതോ വാങ്ങിച്ചാണോ? മാവോ? അതമ്മേ, ആദിക്ക് ഇഡലിന്ന് വെച്ച ജീവനാ. അതാ ചോദിച്ചേ അല്ലേ ആദി? ഇന്ന് ഒരുത്തിനെ കാണുന്നില്ലല്ലോ. അങ്ങോട്ട് മാറി നിക്ക്. കാലിന്റെ കീഴിൽ അങ്ങോട്ടേക്കട്ടെ മാറി തൂക്കടി. അവളൊരു തോപ്പ്. എന്താ നീ ഇത് കണ്ട? നിന്റെ പാവത്ത ഒരു പെണ്ണുമായി വന്നിറങ്ങണത്. അത് അവന്റെ ആരെങ്കിലും ആയിരിക്കും മനുഷ്യ. അതെങ്ങനെയാ? മഞ്ഞപ്പിത്തം പിടിച്ചാൽ കാണുന്നല്ല മഞ്ഞ ആയിരിക്കുമല്ലോ. 4 ആണും ഒരു പെണ്ണും. അവിടെ എന്തും സംഭവിക്കാം. അവന്റെയൊക്കെ സമയം. ഇനിയെങ്കിലും എവക്കൊന്ന് റെസ്റ്റ് കിട്ടുമല്ലോ. അങ്ങോട്ട് വന്ന് എന്നാ കാര്യം? ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു? ഇന്നലെ എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ലേ? ഇന്നലെ നീ എവിടെ കിടന്നത്? ഞാൻ തറയില്. അപ്പം മായോ? മായ കട്ടില്. എന്ത് പറ്റി രണ്ടിനും? അപ്പൊ നമ്മൾ വിചാരിച്ചോട്ട് നടന്നില്ലല്ലേ? ഒരു ചായ എടുക്കട്ടെ? ഇപ്പോഴോ? ദേവൻ
അപ്പൊ ഒന്നും നടന്നില്ല അല്ലേ? ഇപ്പൊ കിട്ടും. എന്തെന്ന്? ചായ. ഈയിടെ നിന്നെ വിശന്നിരുന്നപ്പോഴാണ് ഉണ്ടാക്കിയത്. ആദ്യ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നുമില്ല. മോനായി അങ്ങനെയുള്ള ആളല്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് നിങ്ങൾക്ക് കോളേജിൽ പോകാനുള്ളതാ, ജോലികളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. നിന്നെ ഒന്ന് കാണാലോ എന്ന് കരുതി ഞാനും കൂടെ പോന്നു. അവന്റെ ശരിക്കുള്ള സ്വഭാവം നല്ലപോലെ അറിയാവുന്നോണ്ടാ ഞാനിത്ര ടെൻഷനായത്. ഞാൻ എത്തിയില്ലേ, പിന്നെന്താ? നിന്നെ നേരിട്ട് കണ്ടപ്പോഴാ സത്യത്തിൽ ആശ്വാസം തോന്നിയത്. ഒരു കാര്യം ചെയ്യ്, നീ വേഗം റെഡിയാക, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. ആ വഴിക്ക് എനിക്ക് മോനേക്കും തിരിച്ചു പോവുകയും ചെയ്യാം. അവനെ കൂട്ടി പോവാനോ? അല്ലാതെ വഴിയിൽ ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ, അതുകൊണ്ട് മോനായും കൂട്ടാം. ചെല്ല്, ചെന്ന് ഫ്രഷ് ആക. ഞാനല്ലേ പറയുന്നേ. നടക്ക്. നേരം കുറെ ആയല്ലോ, ഒന്നിനെയും കാണുന്നുമില്ലല്ലോ. ബാക്കിയുള്ളവന്റെ സമാനം കൂടെ പോയി. എടി എടി എടി, ഓടി വാടി. മനുഷ്യന്റെ ഒരു കാര്യം എന്താ നിങ്ങൾക്ക്? കണ്ടോടിയത്? ഒരുത്തനെയും കൊണ്ട് വരുന്നു, അടുത്തവൻ അവളെ കൊണ്ട് പോകുന്നു. ഈ മോനായി എന്ന് പറയുന്നവൻ ഏതോ മാഫിയയിൽപ്പെട്ടവനാണ്. ഒന്ന് പോ മനുഷ്യ, ഒരു മാഫിയ പോലും. ചുമ്മാ അതും ഇതും പറഞ്ഞു ഉണ്ടാക്കാതെ. ഒരു പണിയും വിലയില്ലാണ്ട് നടക്കോ? പൊക്കോ പൊക്കോ, എന്നെങ്കിലും എല്ലാത്തിനും എന്റെ കയ്യിൽ കിട്ടും. ഇങ്ങനെ മുന്നോട്ട് പോവാൻ കഴിയില്ല. എന്തെങ്കിലും വീട്ടിലറിയുമ്പോ വലിയ പ്രശ്നമാവും. അതെനിക്കും അറിയാം. പക്ഷെ നമ്മളിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇത് വീട്ടുകാരറിയാതെ നോക്കണം. പിന്നീടുള്ള കാര്യം വഴിയെ നോക്കാന്നേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ മോനായി അത്രയ്ക്കും അങ്ങോട്ട് അടുപ്പിക്കണ്ട, ഒരകലം പാലിച്ച് നിർത്തിയാൽ മതി. ആദ്യം വിചാരിക്കുന്ന പോലെ അത്ര ഡേഞ്ചർ ഒന്നും അല്ല മോനായി. എന്തായാലും അവനെ പരമാവധി ഒന്ന് അകറ്റി നിർത്തിയാൽ മതി. രാത്രി നിനക്ക് വേറെ മുറി കിടന്നുകൂടെ? അതെങ്ങനെ? വീട്ടുകാരുടെ മുൻപിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. അങ്ങനെയുള്ളപ്പോ വേറെ വേറെ കിടക്കാൻ പറ്റില്ലല്ലോ. ഭർത്താവ് മാറിയിരുന്ന് കപ്പലണ്ടി തിന്നുന്നു, ഭാര്യ മറ്റൊരുത്തനുമായി നിന്ന് സൊല്ലുന്നു. എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ നിഗമനം ശരിയാണെങ്കിൽ ആദിയുടെയും മായക്കുഞ്ഞിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവനിരുന്ന് കപ്പലണ്ടി തിന്നുന്നു, മായക്കുഞ്ഞിനെ മറ്റൊരുത്തിന്റെ കൂടെ നടത്തിക്കില്ലല്ലോ. നീ അത് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മതിയായ തെളിവുകളില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുമോ? അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? അവര് രണ്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിലേ ആ അഡ്ജസ്റ്റ്മെന്റ് അവരുടെ മുറിയിലും കാണില്ലേ? അതിന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിലൊരു മങ്ങല്, ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്ന് ശരിക്കും നോക്ക്. തുണി ഉണ്ണി തുണി മാറുന്നു. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് പോങ്ങോട്ട്. എന്താ ഇവിടെ? ഈ മുറിയിൽ ആവശ്യത്തിന് കാറ്റുണ്ടോ നോക്കിയതാ. പരിശോധനയൊക്കെ പിന്നെ ആവാം. മേലെ ഈ പരിസരത്ത് കണ്ടുവരുന്നു. പോ. രക്ഷപ്പെട്ടേ. ഏത് നേരത്താണോ ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത്? വല്ലവനെ കെട്ടി ആദ്യ രാത്രി കഴിഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലേ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. എന്താടാ പറഞ്ഞേ? അതെ, നമുക്കൊരു പുതിയ ഐഡിയ കൊളുത്തി വിട്ടാലോ? മോനെ, ആ പച്ച വിളിച്ച് എപ്പോഴെങ്ങനെ കത്തുവോ? ഞാനല്ലല്ലോ ചേട്ടാ കത്തിക്കുന്നേ. മോനായി വണ്ടി എടുക്കണോ? ഓ, ഇവനാണല്ലോ ഒന്ന് കടയിൽ വന്ന് പഴത്തിന്റെ വിലയും പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയത്. ഇവൻ ഇത്ര പെട്ടെന്നൊരു പെണ്ണിനെ വളച്ച. എന്ത് രസം, വെള്ളമായ ഇങ്ങനെ പോണം. എത്തിയല്ലോ ഇണക്കുരുവികൾ. രണ്ടുപേരുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞാ? അതാ ഇനിയും ബാക്കിയുണ്ടോ? അയ്യോ, ഇന്നത്തെ കറക്കം കഴിഞ്ഞല്ലോ. ഇനി നാളെയും പോകുന്നുണ്ട്. ചേട്ടൻ വരണം, ഞാൻ പോകുമ്പോ വിളിക്കാവേ. അയ്യ, അല്ലേ ഇവനിച്ചിരി കൂടുതലാ. ഞാനതിടയ്ക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വാ. ഞാനിവിടെ നിക്കണോ അതോ? അയ്യോ വേണ്ടേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഇപ്പൊ പൊയ്ക്കോ. ചുമ്മാ ഇരുന്ന് തിന്നുന്നതിന്റെ കൊഴുപ്പ് മറ്റുള്ളവന്റെ നെഞ്ചീകരണ കള്ള തടിയൻ. അവര് പറഞ്ഞതേ ദേ ഈ കാണുന്ന വീടാണെന്ന്. വളരെ ഉപകാരം. എത്ര കാശായി? മീറ്റർ പ്രകാരം 30. മീറ്ററിനേക്കാ 10 രൂപ കൂടുതൽ തരും. ഓ, കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് വിട്ടുവല്ലോ. ഇരിക്കട്ടെ, എന്താ പോട്ടെ.
പന്ന കിളവൻ പറ്റിച്ചല്ലോ. അതെ, താൻ ഇവിടെ ഉള്ള ആളാന്നു? അല്ല, ഞാനേ അങ്ങ് ചന്ദ്രനിലുള്ള ആളാ. ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്ത്? അല്ല, മോനായി? ഇതുവരെ മോനായിട്ടില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അല്ല, എനിക്ക് മോനായേ. തനിക്ക് മോനായോ? കൺഗ്രാചുലേഷൻ. ഈ പ്രായത്തിൽ താൻ നേടിയെടുത്തല്ലോ. പിന്നെ മോനോട് എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണം. താൻ എന്തൊക്കെ പറയുന്നു? എനിക്ക് മോനായിയേ. ആ, തനിക്ക് മോനായി. ഇനി മോനല്ലാതെ മോളാക്കാൻ പറ്റോ? എടോ, താൻ എന്റെ മോനായി. ഫസ്റ്റ് ഇപ്പൊ ഞാൻ നിങ്ങളെ മോനായ. ഞാൻ എന്റെ അച്ഛന്റെ മോനാ. എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ. തന്നോട് സംസാരിക്കുന്ന എന്നെ അവിടെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ വീട്ടിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ കള്ളക്കളവ മുട്ടുകാലി ഞാൻ തല്ലി പിടിച്ചു. മോനായി ഒന്ന് കാണട്ടോ. രാവിലെ ഗ്ലോബിന്റെ തലയും കൊണ്ട് ഇറങ്ങിക്കോളൂ. കയറ്റിവിടെ തന്നെ കുഞ്ഞമേരെ ഇവിടെ കണ്ണു കുത്തി പിടിച്ചാൽ. അതെ, എങ്ങോട്ടാ? മായക്ക് ചായ കൊടുക്കാൻ. മായക്ക് ചായയോ? ഞാൻ കൊടുത്തോളാം. ഇവള് പ്രശ്നമാവുന്ന ലക്ഷണമാ. കർത്താവേ, എനിക്ക് കൺട്രോൾ തരണേ. ഒന്ന് നിന്നേ. അതെ, വലിയ കൊമേഡിയൻ ആണെന്നായിരിക്കും വിചാരം. അതെന്താ ചേട്ടാ? അല്ല, താഴെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അത് ചുമ്മാ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. കുറച്ചു ദിവസം വെയിറ്റ് ചെയ്, എല്ലാം ശരിയാക്കി തരാം കേട്ടാ. എങ്ങനെയുണ്ട്? അയ്യോ, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? ഞാൻ ഈ പടികളൊന്ന് എണ്ണി നോക്കിയതാ. കുറെ നാളായി എണ്ണി നോക്കണമെന്ന് വിചാരിക്കും. പക്ഷെ നക്ഷത്രങ്ങൾ എണ്ണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. പൊക്കോ പൊക്കോ, പണി നടക്കട്ടെ. സ്റ്റംപ് ഒടിഞ്ഞെന്നാ തോന്നുന്നേ. ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോ? ആരെയാ വിളിക്കുന്നേ? ആദ്യം തന്നെ നാളെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇവിടെ ബന്ധുക്കളൊക്കെ വരും. ഇറങ്ങാൻ പ്രയാസം എന്ന് പറഞ്ഞപ്പോ ഫോൺ വെച്ചു. കുട്ടനാ അങ്ങനെ. ചെറിയൊരു കാര്യം മതി, പെട്ടെന്ന് ദേഷ്യം വരും. മായ ചായ കുടി. എന്താണ് രാവിലെ? നിന്നെ നോക്കി വന്നതാ. അല്ല, രാത്രി നിന്നെ കാണുന്നതിനേക്കാൾ സുന്ദരിയാണല്ലോ പകല് കാണാൻ. തമാശയിലടി, കാര്യട്ടാ. നിന്നെ ഇപ്പൊ കാണുമ്പോ ശരിക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. ഓ, അത് മായയുടെ കല്യാണം കഴിഞ്ഞുണ്ടല്ലേ? മായയുടെ കല്യാണം കഴിഞ്ഞാലില്ലേലും നീ അല്ലേ നമ്മുടെ ആള്. ശരി ശരി, തൽക്കാലം ഒന്ന് മാറ്. ഒന്ന് പോടുന്നു. അയ്യോ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യണ്ട. ആരെങ്കിലും കണ്ടാലെന്ന് മോശമല്ലേ? ഓ, മോശമാണല്ലേ? എന്നാ പിന്നെ ആരും കാണാത്തപ്പോ വരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവൻ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇവനെന്താ അടുക്കള കാര്യം? അവൻ അടുക്കളയെ സഹായിക്കായിരുന്നു. ആ, ഇത് തന്നെ ഞാനും പറഞ്ഞത്. എന്ത് അടുക്കള സഹായിക്കുമെന്നോ? ഇവനും എന്റെ പൊന്നോ, എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ആദ്യമല്ല. നീ എന്തൊക്കെ ഈ പറയുന്നേ? സത്യം, നഗ്നമായ സത്യം. അതെ, ഇവൻ ആദ്യമല്ല. പിന്നെ ഇവനേതാ? ഇവനേതോ ഫ്ലോറാണ്. എന്തോ തറയാണെന്ന്. മാത്രവുമല്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാതിരിക്കില്ലേ? പക്ഷെ ഇവനതറിയില്ല. അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇല്ല, എനിക്കും അറിയില്ല. അതുകൊണ്ടല്ലേ എത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇവൻ മോനായി. മോനായോ? മോനായി. ഈ മോനായിയും ഈ ആദ്യം തമ്മിൽ എന്തോ നിഗൂഢമായ ബന്ധമുണ്ട്. ഇതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണ്ടേ? പിടിക്കണം. അതെ, എനിക്കൊരു ന്യൂ ഐഡിയ തോന്നുന്നു. നീ കാര്യം പറ. അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ നമുക്ക് സത്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നീ വിചാരിക്കുന്ന പോലെല്ലാം നടക്കണം. അവസാനം പണിയെല്ലാം കൂടി എനിക്കിട്ടാവരുത്. എനിക്കതേ പറയാനുള്ളൂ. ഉണ്ണി നോക്കിക്കോ, അവൻ ആരാണെന്ന് ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതെ, കാർ കഴുകുവാണോ? കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്ത്? എനിക്ക് തോന്നി. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് കരുതി ചോദിച്ചതാ. എന്താ ഇത്?
നമ്മളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്നവരായ സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതിയോ? ഒന്ന് അടുക്കണ്ടേ? എനിക്ക് അടുപ്പൊക്കെ തന്നെയാ, പക്ഷെ നിങ്ങളല്ല അന്യരെ പോലെ പെരുമാറുന്നു. അയ്യോ, അത് ആദ്യം പുതിയ ആളായോണ്ട് തോന്നുന്നതാ. ഇവിടെ ചോദിച്ചാ മതി, എല്ലാം പറഞ്ഞു തരും. നമുക്കൊന്ന് അടുത്താലോ? എന്താ ഒന്നടുത്താലോ? ഞാൻ റെഡിയാ. സെറ്റപ്പുകളൊക്കെ പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ റെഡിയാക്കണം. ഏറ്റല്ലോ തുടയ്ക്കുമ്പോ നമ്മൾ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കണം. വെള്ളത്തിൽ മുക്കി തൊട. അങ്ങനെ തുടയ്ക്കണ തൊടണ്ട. ഈ വണ്ടി ഇയാളിത് എന്തേ കാണിക്കുന്നേ? അച്ഛൻ എങ്ങാനും കണ്ട് ആകെ കൊളാവും. നോക്ക് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇനിയും ഉണ്ട് ഐഡിയ. നോക്ക്. ആദി 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 ദോ ഭാര്യ വിളിക്കുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉണ്ടല്ലോ. പിടി തൊട. ഈ പോക്കത്ര ശരിയല്ല. എന്താ മായ വിട്. മോന എന്തേ കാണിക്കുന്നേ? എന്ത് മോന ഇപ്പൊ ഇവിടുത്തെ മരുമകനാ, ജോലിക്കാരനല്ല. എന്താ രണ്ടുപേരും കൂടി രഹസ്യം പറച്ചില്ലേ? ഒന്നുമില്ല അച്ഛാ. വെറുതെ. എന്താ മോനെ, ഇവളും ഇപ്പൊ ഭരണം തുടങ്ങിയോ? അമ്മയുടെ അതേ സ്വഭാവം തന്നെയാ മോക്കും. ഉടനെ എന്നെ പറഞ്ഞോണം. അത് കൊള്ളാം. നീ ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാ മതി. കുഴപ്പമൊന്നുമില്ല. നീ അരങ്ങിടാ കോപ്പേ. പറ്റില്ല. ഓക്കെ, നീ അവനും കൂടി അവിടെ ബന്ധുക്കളെ കണ്ടോണ്ടിരുന്നു. ഇനി നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കില്ല. എടാ ആദി, നീ ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുമ്പില് മായം മോനായി ഭാര്യ ഭർത്തകന്മാരാ. അവരെ കാണാൻ പലരും ഇവിടെ വന്നെന്നും ഇരിക്കും. അപ്പോഴൊക്കെ എനിക്ക് പുറത്തു പോകണമെന്നും പറഞ്ഞ് മായക്ക് ഇറങ്ങി വരാൻ പറ്റുമോ? ദേ, നീ കാര്യങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് മനസ്സിലാക്ക്. ചുമ്മാ തൊട്ടനെ പിടിച്ചതൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എവിടെ ഈ സിലബസ് ഉണ്ടാക്കണോ സാറേ? നിങ്ങളൊക്കെ ഇത് എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതെ, വക്കീലുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ പ്രോബ്ലംസ് എല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മോനായിയും മായയും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയാൽ മതി എന്ന വക്കീൽ പറയുന്നത്. നമ്മൾ പിന്നീട് പ്രൊസീഡ് ചെയ്യാത്തത് കൊണ്ട് അതിന് വാല്യൂ ഇല്ലാത്രേ. ഇപ്പൊ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ആ, എന്നാ പിന്നെ ഇതിങ്ങനെ ഒരാഴ്ച കൂടെ അങ്ങ് പോട്ടേന്ന് നോക്കിയാം. എടാ ആദി, നീ ഇങ്ങനെ വെറുതെ ആദ്യം പിടിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കടാ. ആ, എന്നാ പിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് ഇല്ലട്ടെ. എന്ത് പഠിപ്പിക്കുവോ എന്തോ. ആ, പിന്നെ വൈകുന്നേരം കുപ്പി എടുത്ത് വെച്ചോ. ആ ശരി. ശരിയാവടാ, വാ വാ. ആ ഇല്ല പിന്നെ അങ്ങനെ എപ്പോ നമുക്ക് പോവാലോ സിനിമയ്ക്ക്. ഹായ് ഫൈസി. ആഹാ, സെലീനയോ? എങ്ങോട്ടാ? നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങളെ? ഞങ്ങളെന്ന് പറഞ്ഞ ആദ്യേ. ആ, അതിനവനവിടെ ഇല്ലല്ലോ. എന്നാ നമുക്കൊന്ന് സംസാരിച്ചാലോ? എന്തത്ര സംസാരിക്കാൻ? വല്ല രഹസ്യമാണോ? കാര്യമുണ്ട്. മായ വിളിച്ചിട്ട് ആദ്യം എന്താ ഫോൺ എടുക്കാത്തത്? ആ, അത് മായയുടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടു. അതായിരിക്കും. ഞാനിപ്പോ മായയുടെ വീട്ടിൽ നിന്നാ വരുന്നത്. അവളുടെ ബന്ധുക്കളെല്ലാം ഉണ്ട് അവിടെ. ഈ ഒരു സാഹചര്യത്തിൽ അവൾ എന്ത് പറഞ്ഞു വരും? ഫൈസിക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്കിൽ വരാൻ പറ്റൂ? ഒരിക്കലും വരാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടെന്താ കൂട്ടുകാരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ പറയണം. ആദിയുടെ ഈ പെരുമാറ്റത്തിൽ മായക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ നേരി കണ്ടിതൊക്കെ പറയാനായിട്ടാ ഞാൻ വന്നത്. ഇനിയിപ്പൊ അതൊന്നും വേണ്ടല്ലോ. അതെന്താ? അല്ല, ഞാൻ പറയുന്നതിനേക്കാൾ നല്ലതല്ലേ താൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എല്ലാം തുറന്നു പറയാനും പറ്റും. സെലീന വിഷമിക്കണ്ട, ഞാൻ അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ശരി, എന്നാ ഞാൻ പോട്ടെ. വേറൊന്നും പറയാനില്ലേ? വേറെന്ത് പറയാൻ? അല്ല, നമ്മളെ കണ്ട സ്ഥിതിക്ക്. ഇല്ല. അപ്പൊ ശരി എന്നാ. ഓ വെറുതെ കൊതിച്ചു. ആ, പിന്നെ തന്റെ സ്വഭാവമൊക്കെ മാറ്റി നല്ല കുട്ടിയാവാമെങ്കിൽ പറഞ്ഞിട്ടോ. സെലീന പറയാൻ വന്നത് എന്നോട് പ്രേമാന്ന് വല്ലാണോ? അല്ലോ, ഇത്ര എണ്ണത്തിന്റെ കൂടെ ഇതും കൂടെയോ? നമസ്കാരം. ഒരെണ്ണം ഒഴിക്കടാ. കുറച്ചു മതി. ആ മതി. വെള്ളം വേണ്ട, ശീലല്ലതാ. അണ്ണാ, നിങ്ങൾ ഇത്ര കമ്പനി ആയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പരിചയപ്പെടില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദേഷ്യമായിരുന്നു. അതെപ്പോഴും ഉണ്ട്. സാധനം ഉണ്ടെന്ന്. അടി അടി. ദേഷ്യോ? എന്തിനാ? നിങ്ങളുടെ പെണ്ണിനെ ഞാൻ തട്ടിയെടുത്തേന്. ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി.
ഒരെണ്ണം കൂടെ ഒഴിച്ചെടുത്തേ. അയ്യോ മതി മതി, വെള്ളം വേണ്ട. സത്യത്തിലാണ് ഞാൻ ആദ്യമൊന്നും അല്ല. കണ്ടോ? പിന്നെ മോനായിയ. പിന്നെ നീ എങ്ങനെ അവിടെ വന്നു? എടാ പുല്ലേ അണ്ണാ, എല്ലാം ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. എടാ, ഞങ്ങൾക്ക് വെറും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം ബോധ്യമായി. നീ വെറും ഒരു ഡൂക്കിളിയാണെന്ന്. എടാ, നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. മായ എനിക്ക് വേണം, അവൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടോ. വാടാ ഒടുക്ക ഈ ഐഡിയ വിജയിച്ച്. നിന്നേ. എന്താടാ വിളിച്ചേ? ഇങ്ങോട്ട് വാടാ. ശരിക്കും സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ. ഇത് ഉണ്ണിയുടെ സിനിമയാണല്ലോ. ഉണ്ണി മോലാളടി ലീലാവിലാസങ്ങൾ പകർത്തിയത് ഇനിയുണ്ട്, കാണും. എന്റെ കാര്യം ഇവിടെ അറിഞ്ഞ ഇതും എല്ലാരും അറിയും. അതാവുമ്പോ 2 പേർക്കും ഒരുമിച്ച് പുറത്തോട്ട് ഇറങ്ങും. ഇത് അവര് കണ്ടു കഴിഞ്ഞാ ഉണ്ണി മുതലാളിക്ക് ജന്മത്തുമായി കിട്ടാൻ പോണില്ല. തെളിവ് കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. നിന്റെ അമ്മൂടെ തെളിവ്. ഞാൻ എന്തോ ചെയ്യാൻ? വേലക്കാരിയുമായിട്ട് കൊഞ്ചിക്കൊഴയുമ്പോ ഓർക്കണമായിരുന്നു. വല്ലവന് മൊബൈൽ സിനിമ പിടിക്കാൻ വേണ്ടി നിന്ന് കൊടുത്തിട്ട് എന്റെ മക്കിട്ട് കയറിയ എല്ലാം പൊളിഞ്ഞു. അവനെ വിളിച്ച് 2 പെഗും കൂടി കൊടുത്തിരുന്നെങ്കിൽ സ്വസ്ഥമായിട്ട് അവന്റെ കയ്യിരിക്കണ ബാക്കി ബെറ്റും കൂടെ കാണായിരുന്നു. ആദ്യം വിളിച്ചപ്പോ മോനായെ തിരക്കിട്ടോ. താജ് തീർത്തൊരു ഷാജഹാൻ താണുകൈതൊഴുമോമലേ, ഞാൻ നിനക്കു തരുന്നൊരു പൊൻകിനാമഹൽ കാണുകിൽ. കൊണ്ടൊരു വേലയാ കരളിറക്കിയ മന്മഥ, നിന്റെ പ്രേമ നിലാനദി കരയിൽ ഞാനൊരു മൺപൊരി. ആ താജ്മഹൽ വെള്ളക്കല്ല് കൊണ്ട്, എൻ കിനാമഹൽ തനി തങ്കം കൊണ്ട്. ആ താജ്മഹൽ തഴി നദിക്കരയിൽ, എൻ കിനാമഹൽ സ്വർഗ നദിക്കരയിൽ. ആ താജു തീർത്തൊരു ഷാജഹാൻ താണുകൈതൊഴുമോമലേ, ഞാൻ നിനക്ക് തരുന്നൊരു പൊൻകിനാമഹൽ കാണുകിൽ. ഊട്ടിക്കൊടൈ സിംല കൊളു ജമ്മു മണാലി. ചൈന ദുബായ് റഷ്യ ഹവായ് നീളി സവാരി. ഓരോ നാട്ടിലും കൂടാം മധുവിധു. ഓ എൻ പ്രിയവധു നീ വരൂ.
right. Ooh, won't you give me the feedback? 1000 GB இதயத்திலே ஒரு கியூட்டி வைரஸ் பிடிச்சாச்சு. நானே டோட்டல் ஹாங் ஆச்சு, அந்த ஃபீலிங் ரொம்ப ஸ்வீட் ஆச்சு. 1000 GB இதயத்திலே ஒரு கியூட்டி வைரஸ் பிடிச்சாச்சு. நானே டோட்டல் ஹாங் ஆச்சு, அந்த ஃபீலிங் ரொம்ப ஸ்வீட் ஆச்சு. உன்னை பார்த்த நேரத்திலே என் ஆன்டி வைரஸ் அவுட் போட்டு சும்மா ஓகே அடிச்சாச்சு. ஈஸி என்று கிடைச்சாச்சு. ഹലോ, എന്താ? അത് മോനായി എവിടെ നിർത്താൻ പറ്റില്ല. നീ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വരാം. അവന്റെ എല്ലാ അസുഖങ്ങളും ഞാൻ മാറ്റി കൊടുക്കാം. അയ്യോ, നീ തൽക്കാലം വരണ്ട. മായ എടുക്കണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കളാം. അവൻ എന്തിനാ അങ്ങോട്ട് പോണേ? എടുക്കാല്ലേ. ഹലോ, ആദ്യല്ല മാത്തന. ഞാൻ അവനോട് പറയാം, മായ ടെൻഷൻ അടിക്കണ്ട. നീ ആ ഫോണിൽ എടു, ഞാൻ പോയിട്ട് വരാം. എടാ, നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. പോകാതെ പിന്നെ? എടാ, അവള് പറയുന്നത് കറക്റ്റ് അല്ലേ? നീ ഇപ്പൊ അവിടെ ചെന്നാ ഞാൻ എന്ത് വേണം? എല്ലാം അറിഞ്ഞിട്ട് മിണ്ടായിരിക്കണോ? എന്നല്ല, നീ ഇപ്പൊ അവിടെ ചെന്നാ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും. പിന്നെ വിചാരിച്ച പോലെ ഒന്നും നടക്കത്തില്ല, എല്ലാം പൊളിയും. എടാ, അവൻ ചെയ്ത് തെമ്മാടിത്തം തന്നെ, അത് ചോദിക്കണം. പക്ഷെ അത് അവിടെ പോയിട്ടല്ല. പിന്നെ അതെങ്ങനെയാന്ന് നമുക്ക് ആലോചിക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിച്ചെടുത്ത് കൊടുക്കും മോളെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എനിക്ക് വേണ്ടമേ. ഈ പിള്ളേർക്ക് ഇത് എന്തു പറ്റി? ഇന്നലെ രാത്രി ആ ആദി ഉണ്ണിയ എന്തോ പാർട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് അതിന്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു. ഈ ഉണ്ണിക്ക് ഇത് എന്തിന്റെ കേടാ? ആ കൊച്ചിനെ കുടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? മായയുടെ അച്ഛനല്ലേ? നിങ്ങളെ നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ്. നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചതാ. നിങ്ങളുടെ മകൾ മായ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഫ്രോഡിനെയാണ്. അവൻ ആദിത്യനല്ല, അവന്റെ യഥാർത്ഥ പേര് മോനായി എന്ന്. അവൻ വലിയൊരു പെണ്ണുപിടിയനും കള്ളുപിടിയനുമാണ്. അവന്റെ അച്ഛനും അമ്മയും അമേരിക്കയിലാണെന്നല്ലേ അവൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അവരിതൊരു അമേരിക്ക കണ്ടിട്ട് പോലുമില്ല. പിന്നെ മതി സഹോദര, നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. വിളിച്ചതിന് നന്ദി. താങ്ക് യു സർ. ആമ്പലായല്ലോ. ജഗ്ഗു അല്ലേ? ആരല്ലേന്നു? ജഗന്നാഥൻ അല്ലേന്നു? ആണെങ്കിൽ എനിക്കൊന്നുമില്ല, തനിക്കാ കുഴപ്പം. ഓ, ആദിത്യന്റെ കാര്യമായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? ശബ്ദം മാറ്റി ഒന്നുകൂടെ വിളിച്ചാൽ അറിയില്ലെന്ന് കരുതിയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് വന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് മേലെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല, ഇനി വിളിക്കുന്നില്ല. പക്ഷെ ജഗന്നാഥ, താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ
തന്നെ അവൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ന ഇപ്പ ഇമ്മ ഇന്ന എന്ന് വരപ്പിക്കും. നോക്കോ, ഇങ്ങനെ വിളിച്ചു പറഞ്ഞാലൊന്നും അയാൾ വിശ്വസിക്കില്ല. പോരാത്തതിന് നമുക്ക് മുമ്പ് ഈ കാര്യം വേറെ ആരോ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാളെ എടാ പോടാ ജഗന്നാഥാന്നൊക്കെ വിളിച്ചപ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അയ്യോ, അങ്ങനെ ഇതിലൊന്നും വീഴുന്ന ടൈപ്പാന്ന് എനിക്ക് തോന്നല്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു കത്തെഴുതി ചോദിച്ചാലോ? കത്തോ? ആ, അതൊന്നും വേണ്ട. നീ അവൻ ഇത്ര വഷളാക്കിയ. ഞാനെന്ത് ചെയ്തു? സുജ ചേച്ചിയെ വിളക്കും മറ്റവളെ വിളക്കുന്ന പറഞ്ഞ് ഇളക്കി വിട്ടത് നീയല്ലേ? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? കുന്തം. ഓ, ഇപ്പൊ ഞാൻ മാത്രം പാപി, നിങ്ങളൊക്കെ പരിശുദ്ധന്മാര്. കുറച്ച് പാലേ നിപ്പിളിനൊഴിച്ച് തട്ടെ, ഉറിഞ്ചു കുടിക്കാൻ. ഇവനെ ഞാൻ ഒന്നും അറിയാത്തില്ല കുഞ്ഞല്ലേ. നീ പറയലയാ എന്ത് ചെയ്യണം അവനെ? അവനെ എന്ത് ചെയ്യണമെന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നടക്കുകയും ചെയ്യും. ഉണ്ണി, ദോ അത് കണ്ട അവന്റെ നിൽപ്പണ്ട. ഒന്നുമല്ലാത്തവൻ ഇവിടെ രാജാവായിട്ട് ജീവിക്കുന്നു. ആ, അവന് നിൽക്കാലോ. നീ വണ്ടി എടുക്കടാ. ഇതാ രാജയോഗം. അവന്റെ തലയിൽ വരച്ച വര എന്റെ എവിടെയെങ്കിലും ഒന്ന് വരച്ചു തന്നാ മതിയായിരുന്നു. അവൻ നിക്കട്ടടാ, ഇതൊക്കെ ചിലപ്പോ അവന്റെ അവസാനത്തെ നിപ്പായിരിക്കും. എന്താ, ഞാൻ പുതിയ പണി വല്ലതും പ്ലാൻ ചെയ്യണോ? നീ പ്ലാൻ ചെയ്താണ് ഞാൻ ഈ പരുവായത്. ഇനി ഞാൻ തന്നെ പ്ലാൻ ചെയ്തോളാം. എന്ത്, അവനെ കൊല്ലാൻ പോന്ന? കാണാനുള്ളത് കണ്ടറിഞ്ഞാ പോരെ. നീ വണ്ടി ഇടടാ. നിന്റെ അന്നത്തെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ കരുതിയത് നീ ഇവിടെ തന്നെ വരുമെന്ന്. എന്താ മോനെ ഉണ്ടായത്? ഈ സന്തോഷത്തിൽ നമുക്ക് സിനിമയ്ക്ക് പോയാലോ? ആ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനൊന്ന് മോനെ കണ്ടിട്ട് വരട്ടെ. ശരി. മാമൻ എന്തായിരിക്കും എന്നോട് സംസാരിക്കാനുള്ളത്? അവൻ തട്ടിപ്പോയാൽ മോളെ കെട്ടണമെന്നായിരിക്കും. കോളടിച്ച്. എനിക്ക് നിന്റെ അച്ഛനോട് വലിയ കടപ്പാടും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂടെ നിർത്തിയതും മായ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞതും. പക്ഷേ അവളുടെ ഇഷ്ടപ്രകാരം മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതെനിക്ക് സമ്മതിക്കേണ്ടിയും വന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. അത് മാമ, അതുകൊണ്ടാകാം നീ അവനെ കുടിപ്പിച്ചതും എന്നെ വിളിച്ച് അവനെപ്പറ്റി മോശമായി സംസാരിച്ചതും. അതൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ എല്ലാത്തിന്റെ അവസാനം ഒരു ആക്സിഡന്റ്. അത് അയ്യോ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ ആകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മളെ ആരോ പണിയാൻ നോക്കുന്നുണ്ട്. വലിയ മുതലാളി വെറുതെ നമ്മളെ തെറ്റിദ്ധരിക്കുക. പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും കൊല്ലാൻ നോക്കിയത് നമ്മളല്ലല്ലോ. നമ്മളറിയാതെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്താ മോനെ? ഒന്ന് പിടിക്കടി. അതൊക്കെ നീയും കൂടി ചെല്ലടി. ഞാനോ? പിന്നെ ഞാനോ? ആ, പിടിക്ക്.
ഹലോ. എനിക്ക് വയ്യ, മടുത്തു. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ? എനിക്കയാളെ ശുശ്രൂഷിക്കാൻ പറ്റില്ല. നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഹോസ്പിറ്റലിൽ. ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്താടാ നോക്കുന്നത്? കയ്യും കാലും ഒടിഞ്ഞ് കെട്ടിത്തൂക്കിയോ? നിന്റെ തെമ്മാടിത്തരത്തിന് കിട്ടിയത്. സ്വന്തം സഹോദരനെ പോലല്ലേ നിന്നെ കരുതിയത്. എന്നിട്ട് നീ കാണിച്ചതോ പോക്കിരിത്തരം. ചത്തോ നോക്കാൻ വന്നതാ. അല്ല, ഒരു കണക്കിന് ഇതാ നല്ലത്. വേദനിച്ചിങ്ങനെ കിടക്കുമല്ലോ. ഇല്ലടാ, ചത്തിട്ടില്ല. കൈയൊടിഞ്ഞ് അങ്ങനെ കിടപ്പുണ്ട്. ഇവൻ കാണിച്ച തെമ്മാടിത്തരത്തിന് കൊല്ലണ്ടതാ. പക്ഷെ കുഴപ്പമില്ല, അതിലും നല്ലത് തന്നെ. നൗ ഐ ആം വെരി വെരി ഹാപ്പി. ആദ്യമാണോ ഇത് ചെയ്തത്? മായ, ഞാൻ ആണോ അല്ലയോ? പരാതി, നീയാണോ ഇത് ചെയ്തത്? ആണെങ്കിൽ നിനക്ക് അറിഞ്ഞിട്ട് എന്ത് വേണം? ഇവനെ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ നിന്നോട് കാണിച്ച തെമ്മാടിത്തരത്തിന്? അതെ, കാണിച്ചത് തെറ്റാണ്. അതിന് ഈ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? ഇവന്റെ കടപ്പ കണ്ടിട്ട് നിനക്ക് സെന്റിമെന്റ്സ് തോന്നുന്നുണ്ടോ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആദ്യം നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മായ, നീ ആദ്യം ഒന്നും സംസാരിക്കണ്ട. സ്വന്തം കൂടപ്പുറപ്പിനെ പോലുള്ള ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. മായ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ജാതകം നോക്കിയിട്ട് ആ പിള്ളേർ ഒന്നിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയില്ല. പിന്നെ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകത്തില്ല എന്ന് കരുതിട്ടാ. കൂടുതലൊന്നും പറയണ്ട, നേരെ നോക്കി വാഹനം ഓടിക്കുക. ഇത്രയും ചേർച്ചയുള്ള രണ്ട് ജാതകക്കാരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ലക്ഷണപ്രകാരം എല്ലാം അത്യുത്തമം. പക്ഷേ എവിടെയോ ഒരു ദോഷം. ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് സത്യമാണോ? അതെ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ രജിസ്റ്റർ ഓഫീസ് പോയി ഒപ്പിട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ആചാരപ്രകാരം വിവാഹം കഴിഞ്ഞിട്ടില്ല? ഇല്ല. അതാ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ അനിഷ്ടങ്ങൾക്കൊക്കെ കാരണം. അതിന് പരിഹാരമായി നല്ലൊരു മുഹൂർത്തം നോക്കി എത്രയും പെട്ടെന്ന് ഇവരുടെ താലികെട്ടങ്ങ് നടത്തുക, എത്രയും വേഗം. ഇവർ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ്. അതിവിടെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കർമ്മം കൂടി നടക്കണമെന്നാണെങ്കിൽ ആയിക്കോട്ടെ, ജ്യോത്സ്യൻ അതിന് പറ്റിയ ഒരു സമയം കൂടി കുറിച്ചോളൂ. അങ്ങനെ ആവട്ടെ. ഓ
കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്നത്തേക്കാ? അടുത്ത മാസം 4-ന്. ഇനിയെങ്കിലും എല്ലാവരും സത്യം അറിയണ്ടേ? വക്കീല് വിളിച്ചിരുന്നു. അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. നമ്മളേത് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന്. കുട്ടനെ വിളിച്ചറിയിച്ചോ കാര്യങ്ങൾ? ഇല്ല, ഞാനിപ്പോ ആദ്യം വിളിക്കാറില്ല. അത് ശരിയല്ല. കുട്ടനെ വിളിച്ചറിയിക്കണം. ഞാൻ വേണം വേണ്ട, സംസാരിക്കാൻ. എന്റെ മനസ്സിൽ ആദ്യക്കിപ്പോ ഒരു സ്ഥാനവും ഇല്ല. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനം? വക്കീൽ ഓഫീസിലേക്ക് മോനായി വരണ്ട. ഞാൻ വരാതെ എങ്ങനെ? ഒപ്പിട്ട് കൊടുക്കണ്ടേ? വേണ്ട. പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനം. കളിയാക്കാണോ? അല്ല മോനായി, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. മോനായി ഇത്ര പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്ര നല്ലവനായ മോനായിയാണോ അന്ന് എന്നോട് അങ്ങനെ ചെയ്തേ? അത് ഞാൻ നല്ലവനല്ലാത്തതുകൊണ്ട്. ആ മായ ഇരിക്കും. വേണ്ട. ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മോനായും മായ ഇതിലൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോനായി വന്നില്ലേ? ഒരുമിച്ചങ്ങ് ഒപ്പിടായിരുന്നു. മോനായി വരില്ല. അത് സാരമില്ല, മോനായി പിന്നെ ഒപ്പിട്ടാലും മതി. എന്നാ മായ ഒപ്പിട്ടോളൂ. ഞാനും ഒപ്പിടുന്നില്ല. ഒപ്പിടാതെ പിന്നെ? ഒപ്പിടാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആദ്യയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. വക്കീലേ വാടോ. എന്താ നിനക്ക് പറയാനുള്ളത്? ഞാൻ ഇനി ഒരു പേപ്പറിൽ ഒപ്പിടില്ല. ഒപ്പിടില്ല എന്ന് പറയുമ്പോ നീ എന്താ അവന്റെ കൂടെ ജീവിക്കാൻ പോവാ? അതെ. കാരണം ആദ്യേക്കാൾ ഭേദം മോനായിയാണെന്ന് മനസ്സിലായതുകൊണ്ട്. ചിരിക്കണ്ട. ഇന്നലെ വരെ സ്വന്തം സഹോദരനെ പോലെ കൂടെ കൊണ്ട് നടന്ന ആളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നാളെ എന്നെ കൊല്ലില്ലാന്ന് എങ്ങനെ വിശ്വസിക്കും? വിശ്വാസം ഇല്ലാത്ത ഒരാളിനോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഒന്ന് നിന്നെ. നിന്നെ ഇത്രയും നാളും വളർത്തി നിന്റെ അച്ഛനമ്മയും വിട്ട് നീ എന്റെ കൂടെ ഇറങ്ങി വന്നില്ലേ? അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അങ്ങനെയുള്ള നിന്നോട് അവൻ ഈ തെമ്മാടിത്തരം കാണിച്ചാ ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. ചിലപ്പോ കൊല്ലും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് സ്നേഹത്തിന്റെ പേരിൽ ന്യായം പറയുന്നോ? അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ. എന്താ ഈ തീരുമാനം? എന്താ രണ്ടുപേരും സംസാരിച്ച് സോൾവ് ആയോ? ഇതൊന്നും ശരിയാവില്ല സാറേ. ഇവൾ ഇപ്പോഴും പെൺബുദ്ധിയിലൂടെ സംസാരിക്കുന്നത്. മായ ഒപ്പിടുന്നില്ലേ? ഇല്ല. മോനായി ഒപ്പിട്ട മായ ഒപ്പിടുവോ? അതിന് മോനായി ഒപ്പിട്ടിട്ടില്ലല്ലോ. വക്കീലേ, മോനായി നേരത്തെ വന്ന് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. മോനായി നിങ്ങളെയും കാട്ടി വെളിയിൽ നിൽപ്പുണ്ട്. വാടോ. മോനായി, മോനായി എന്തായി കാണിച്ചത്? മായ, ഞാൻ കാണിച്ചാണ് ശരി. എന്ത് ശരി? മോനായിയോട് ഞാനെല്ലാം പറഞ്ഞിരുന്നല്ലേ? കുട്ടൻ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നീ ചെയ്തത്. ക്ഷമിക്കുന്നതും ക്ഷമിക്കാതിരിക്കുന്നതും കുട്ടന്റെ ഇഷ്ടം. മായയോട് എനിക്ക് നിമിഷം വരെ ഒരിഷ്ടവും തോന്നിയിട്ടില്ല. ഇനി തോന്നുകയില്ല. മായ എൻ്റെ കുട്ടന്റെ പെണ്ണാണ്. എനിക്ക് അങ്ങനെ കാണാനേ പറ്റൂ. പിന്നെ അന്നങ്ങനെ സംഭവിച്ചത് വെള്ളത്തിന്റെ പുറത്തു തോന്നിയ ചില അനാവശ്യ ചിന്തകളിൽ നിന്ന് പറ്റിപ്പോയതാണ്. അല്ലെങ്കിൽ തന്നെ മായ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മായക്ക് എന്നോട് തോന്നിയ സ്നേഹം, കുട്ടനിൽ നിന്ന് അകലാൻ കണ്ടെത്തിയൊരു മാർഗം, അതും മാത്രമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതാണ് സത്യം. കുട്ടനെ കുറിച്ച് മായ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. കുട്ടൻ എന്നെ കൊല്ലാൻ പറ്റൂ? ഞാൻ ആരെ കൊല്ലാൻ നോക്കിയിട്ടില്ല. അതെനിക്കറിയാം. അന്നത്തെ അപകടം അതെന്റെ കുഴപ്പം കൊണ്ടുണ്ടായതാണ്. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകൾ കുട്ടൻ ഏറ്റെടുത്ത് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. അന്ന് ആശുപത്രിയിൽ വെച്ച് കുട്ടൻ പറഞ്ഞ വാക്കുകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്.
പക്ഷെ കുട്ടൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം മായയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് ഇനിയെങ്കിലും മായ മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സ്നേഹം ഇപ്പം എല്ലാവർക്കും അറിയാം. അന്ന് ജോത്സ്യൻ ജാതകം നോക്കി ദിവസം തീരുമാനിച്ചില്ലേ? നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിൻ്റെ. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ മായയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ തുറന്നു പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കുകയും ചെയ്തു. കുട്ടന്റെ ജനനസമയം ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ജോത്സ്യനെ കൊണ്ട് നേരം കുറിപ്പിച്ചത്. മായയുടെ അച്ഛനും അമ്മയും കുട്ടന്റെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അവർക്കും സമ്മതമാണ്. നിങ്ങളിതൊന്നും ഇപ്പോഴും അറിയണ്ടെന്ന് ഞാൻ തന്നെ അവരോട് പറഞ്ഞു. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കണം. അവരുടെ സ്നേഹം സത്യമാണെങ്കിൽ പിണക്കങ്ങളും പരിഭവങ്ങളും ആ സ്നേഹത്തിന് മുന്നിൽ തനിയെ ഇല്ലാതായിക്കൊള്ളും. ഫൈസി ഇപ്പൊ പഴയ സ്വഭാവങ്ങളെല്ലാം നിർത്തി. സെലീനെ നിർത്തിച്ചെന്നും പറയാം. മാത്തൻ ഇപ്പൊ വലിയൊരു കമ്പനിയില്ല. അവന്റെ വല്യമ്മച്ചയുടെ പ്രാർത്ഥനയുടെ ഫലം. ഉണ്ണി തന്റെ പ്രായത്തെയും ജീവിതത്തെയും വെല്ലുവിളിച്ച് അവിടുത്തെ വേലക്കാരിയെ തന്നെ കെട്ടി. മോനായി അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയല്ലേ? എടോ, ഞാൻ ദാ സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയൊന്നല്ല. മേരി ടീച്ചറിന്റെ മകൾ മെറിൻ. ഓർമ്മയില്ലേ? മനസ്സിലായില്ലേ? ഓ, മെറിൻ മനസ്സിലായി. മോനായി എന്താ ഇവിടെ? കുട്ടൻ ഇപ്പൊ ഇവിടെ പഠിക്കുന്നേ. ഞാൻ കുട്ടന്റെ കൂടെ. ഓ, മെറിൻ എന്താ ഇവിടെ? ഞാനും ഒരു ആവശ്യത്തിന് വന്നതാ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. എന്താണെന്നറിയില്ല, മെറിനെ കണ്ടു കഴിഞ്ഞപ്പം ഇപ്പോ എനിക്കും നിങ്ങളെപ്പോലെ ഒരു സംശയം. ഇവൻ വീണ്ടും പഴയ മോനായി ആവുകയാണോ?